പരാതി പറയല്ലടാ. നീ സെലക്ട് ചെയ്തതല്ലേ നിന്റെ പെണ്ണിനെ, നീ സെലക്ട് ചെയ്തതല്ലേ നിന്റെ ഭർത്താവിനെ. ചക്കയല്ലല്ലോ, മറ്റു വസ്തുക്കളല്ലല്ലോ. എന്നാൽ എങ്ങനെയാണ് ഉസ്താദേ അതിനകത്ത് കിടക്കുന്നതിനെ തിരിച്ചറിയാൻ പറ്റുക? അവന്റെ സ്വഭാവങ്ങളെ, അവന്റെ മറ്റു കാര്യങ്ങളെ, ബാത്തിനായ കാര്യങ്ങളെ എങ്ങനെയാ തിരിച്ചറിയാൻ പറ്റുക? കേൾക്കണേ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, സലാസത്തുൻ ഹഖ്ഖുൻ അലല്ലാഹ്. അല്ലാഹു 3 കാര്യങ്ങൾ അല്ലാഹു ഏറ്റെടുത്തതാണ്. ഒന്ന് ഔനുഹും അന്നാഖ് യുരീദുൽ ഇഫാഫ്, നിക്കാഹ് ചെയ്ത് തന്റെ നയനേന്ദ്രിയങ്ങളെ സംരക്ഷിക്കാനും തന്റെ ഗുഹ്യഭാഗങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനുമാണ്. ചാരിത്ര ശുദ്ധി സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഒരാൾ കല്യാണം കഴിച്ചത് എങ്കിൽ അയാൾക്ക് പിന്നീട് വരുന്ന പ്രശ്നങ്ങളിൽ അല്ലാഹു ഇടപെടുമെന്ന് ലോകത്തിന്റെ രാജകുമാരനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. നിനക്ക് അയ്യൂബ് നബിയുടെ കൂലിയുണ്ടെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ 3 ധർമ്മമേ പറഞ്ഞിട്ടുള്ളൂ വസ്ത്രത്തിൻ്റെത്. ഒന്ന്, വസ്ത്രം ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന പോലെ എപ്പോഴും ഭാര്യയും ഭർത്താവും ചേർന്ന് നിന്ന്, ദുഃഖമാവട്ടെ സന്തോഷമാവട്ടെ ചേർന്ന് നിന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തന്റെ ദുഃഖഭാരങ്ങളെ ഷെയർ ചെയ്യുന്ന ആലാവുക. വസ്ത്രം പോലെ അയ്ബ് മറച്ചു പിടിക്കാൻ ശ്രമിക്കുക. ഭർത്താവ് ഭാര്യയുടേത് ഭർത്താവ്, ഭർത്താവിൻ്റെത് ഭാര്യയോ പുറത്തു പറയാതിരിക്കുക. മൂന്നാമത്തത്, നമ്മൾ സെലക്ട് ചെയ്തതല്ലേ, ഇനി അല്ലാഹുവിന്റെ മദതുണ്ടാകും, അതാണ് ഖൈർ എന്ന് വിചാരിച്ച് ഡൈവേഴ്സിലേക്ക് നീങ്ങാതെ, പിണക്കത്തിലേക്ക് നീങ്ങാതെ പരസ്പരം പൂരകങ്ങളായി നിലകൊള്ളാൻ ശ്രമിക്കുക. ഇതാണ് അല്ലാഹു ലക്ഷ്യമാക്കിയത്. ഹുന്ന ലിബാസ് വ അൻതും ലിബാസുൽ ലഹുന്ന. സ്വർഗത്തിലെ ഒരുപാട് നന്മകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ചു ആയത്തുകളിൽ. എന്നാൽ ഒരുപാട് തവണ ആവർത്തിച്ച ഒരായത്തുണ്ട്, അലൽ അറായികി മുത്തഖീൻ. ചാരുകസേരയിൽ ദീവാനിൽ ഇരുന്നുകൊണ്ട് സ്വർഗത്തിന്റെ അഹ്ലുകാരായ ആളുകൾ ഇമ വെട്ടാതെ നോക്കി നിൽക്കുമത്രേ. ഇമ വെട്ടാതെ ദീവാനിയിൽ ഇരുന്ന് ഇങ്ങനെ നോക്കി നിൽക്കും സ്വർഗത്തിന്റെ അഹ്ലുകാർ. ഒരൊറ്റ കണ്ണ് തുറന്നു വെച്ചാൽ ഇമ വെട്ടില്ലത്രേ. 70,000 കൊല്ലമൊക്കെ അടക്കാതെ കമ്പോളകളെ മുകളിൽ തന്നെ പിടിച്ചു വെച്ച് നോക്കുന്നുണ്ട് സ്വർഗനിവാസികൾ ദീവാനിയിലിരുന്ന്. ഇതാണ് ഒരുപാട് സ്ഥലത്ത് സ്വർഗത്തിന്റെ ഖൈറ് പറഞ്ഞിട്ട്, അവിടുത്തെ കിട്ടുന്ന നന്മ പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അലൽ അറായികി മുത്തഖിഊൻ എന്നതാണ്. ആരെയാണ് നോക്കുന്നത്? ആരെയാണ് നോക്കുന്നത്? ആരെ കാണാനാണ്? കണ്ണടക്കാൻ പോലും മറന്ന് 70 കൊല്ലക്കാലമൊക്കെ തുറന്നു പിടിച്ച കണ്ണുകൾ. ഏത് സായുജ്യമാണാവോ അവർ കാണുന്നത്? ഏതവസ്ഥയിലാണാവോ അവർ നിലകൊള്ളുന്നത്? പറയട്ടെ ലോകത്തിന്റെ രാജകുമാരൻ അവരുടെ ഭാര്യമാരെയാണത്രേ സ്വർഗത്തിലെത്തിയിട്ട് അവിടുത്തെ ദുനിയാവിലെ ഭർത്താക്കന്മാര് 70,000 കൊല്ലമൊക്കെ ഇമ വെട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് എന്നോട് കുടുങ്ങി, ഇനി അവിടെ നീ തന്നെ ഉണ്ടാവുമെന്ന് അല്ലേ? അങ്ങനെയൊക്കെയാ നമ്മൾ ചോദിക്കാറുള്ളത്. ഇവിടത്തെ സൗന്ദര്യമല്ല ഭർത്താവ് നിന്റെ ഭാര്യയുടെ സൗന്ദര്യം. അവിടെ ജുറുദൻ മുറുദൻ മുകഹലീന. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആകാശത്തേക്ക് അല്ലാഹു ഉയർത്തിക്കൊണ്ടുപോയ അതേ പ്രായം 33 വയസ്സിലാണ്. സ്വർഗത്തിലേക്ക് എത്തുന്ന എല്ലാ ആളുകളും സൗന്ദര്യമുള്ളവരാണ്, വെളുത്ത നല്ല ചുവന്ന ശരീരമുള്ളവരാണ്. 33 വയസ്സുള്ളവരാണ് എല്ലാവരും. മുകഹലീന, സുറുമ ധരിച്ചവരാണ്, സുറുമ ഇടപെട്ടവരായിട്ടാണ് സ്വർഗത്തിലെത്തുന്നത്. കേൾക്കണേ, ആ ദുനിയാവിലെ ഭാര്യയെ അവിടെ അവരുടെ സൗന്ദര്യം കണ്ടിട്ടാണ് ഇമ വെട്ടാതെ നോക്കി നിൽക്കുക എന്നതാണ് സ്വർഗത്തിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല തരാൻ പോകുന്ന ഏറ്റവും വലിയ ഖൈറ്, ഏറ്റവും വലിയ അനുഭൂതി. നാളെ സ്വർഗത്തിൽ വെച്ച് അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ആ ഒരനുഭൂതി ദുനിയാവിൽ കൂടെ നീ നടപ്പാക്കിയാൽ നീ സ്വർഗം നിനക്ക് ദുനിയാവിലും ആക്കാമായിരുന്നു എന്ന തിരിച്ചറിവ് ഈ വയലിൽ കേട്ടുപോകുമ്പോൾ നമുക്കുണ്ടാവണം.
ആഖിറത്ത് ചെന്നിട്ട് സ്വർഗത്ത് ചെന്നിട്ട് കിട്ടാൻ പോകുന്ന സൗഭാഗ്യം തന്റെ ഭാര്യ ഇങ്ങനെ നോക്കി നിൽക്കാൻ 70 കൊല്ലക്കാലം അല്ലെ, ഇമ വെട്ടാതെ. എന്നാൽ ആ ഒരു നോട്ടം ഒരു 10 മിനിറ്റെങ്കിലും വീട്ടിൽ നമ്മുടെ ദുനിയാവിൽ വെച്ച് നോക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ദുനിയാവും സ്വർഗമായേനെ. ആളിലേക്ക് അവളുടെയോ അവന്റെയോ കണ്ണും നീളില്ലായിരുന്നു. നമ്മൾക്കിന്ന് സമയമില്ല, ഓട്ടമാണ്. കുടുംബം സന്തുഷ്ടമാവാനുള്ള ഏതെങ്കിലും ഷോർട്ട് വേ ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കാൻ, അതൊന്നും ലഭിക്കൂല. ഓരോ ദിവസവും തന്റെ മക്കളെയും ഭാര്യയുടെയും വിഷയങ്ങൾ അറിയാനും സംസാരിക്കാനും കണ്ണോടൊന്ന് നോക്കി നിൽക്കാനുമുള്ള അവസരം നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ നഷ്ടപ്പെട്ടു പോയാൽ സ്വാഭാവികമായിട്ടും കുടുംബ കോടതികൾ വന്നേ മതിയാകൂ. നാളെ അള്ള തരുന്ന സൗഭാഗ്യം അവരെ നോക്കി നിൽക്കലാണെങ്കിൽ ഇവിടെ നിന്ന് ആ പണിയെടുത്താൽ നമ്മുടെ കുടുംബം സന്തുഷ്ടമാക്കാം. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. എന്താ നമ്മൾ കുടുംബം എന്നൊക്കെ വിചാരിച്ചത്? ചില അപ്രിയമായ സത്യങ്ങളിൽ എന്നെ ഈ സദസ്സിൽ പറയാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. എന്റെ വിഷയം അതായതുകൊണ്ട് നമ്മളൊന്ന് മാറാൻ തയ്യാറാവുക. നമ്മൾ കണ്ട കുടുംബ സങ്കല്പങ്ങളല്ല, നമ്മൾ കണ്ട ഫാമിലി കൺസെപ്റ്റുകളല്ല നന്മയിലെത്തുന്നത്, നാളെയും ഇന്നും മനോഹരമാക്കുന്നത് അത് ഇസ്ലാമികപരമായ സങ്കല്പങ്ങളാണ്. എന്റെ ചെറുപ്പക്കാരികളും തിരിച്ചതേക്ക് നടന്നേ മതിയാകൂ. കോടിക്കണക്കിന് രൂപ താൻ ചെയ്യുന്ന ജോലിക്ക് വേതനമായി സ്വീകരിച്ചുകൊണ്ട് നൈമിഷികമായ അല്ലെങ്കിൽ 1-2 മാസങ്ങൾക്ക് വേണ്ടി മാറ്റം വരുത്തി പ്രണയിച്ച് ഒളിച്ചോടി പോകുന്നവരുടെ വീഡിയോകൾ കണ്ട് കൊല്ലങ്ങളോളം ജീവിക്കാമെന്ന് മനക്കോട്ടകൾ തീർത്തവർക്ക് ആ മനക്കോട്ടകൾക്ക് ആയുസില്ല എന്ന് തിരിച്ചറിവാണ് ഈ സദസ്സുകൾക്കുണ്ടാവേണ്ടത്. അവർ പൈസ വാങ്ങി വലിയ സുഭിക്ഷമായ ലോഡ്ജുകളിലും മറ്റു ഡെസ്റ്റിനേഷനുകളിലും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളോ ആ വീഡിയോയിൽ കാണുന്ന പോലെ ജീവിക്കാൻ സാധ്യമല്ല. വമിൻ ആയാതിഹി അൻ ഖലഖലകും, അല്ലാഹുവാണ് പരിശുദ്ധവാനായ അല്ലാഹുവിന്റെ എവിഡൻസിൽ പെട്ടതാണ് ആണും പെണ്ണും ഒരുമിച്ച് ചേരുക എന്നത്. സിനിമകൾ പഠിപ്പിക്കുന്ന ഒളിച്ചോടാനാണ്. പ്രണയിക്കാൻ ഒളിച്ചോടുക ഇതാ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികളും ആൺകുട്ടികളും പെൺകുട്ടികളും പ്രാക്ടീസ് ചെയ്യുന്ന ഇതാണ്. അതിൽ കാണുന്ന 3 മണിക്കൂറിലെ സൗഭാഗ്യം 60 കൊല്ലം നീട്ടിക്കൊണ്ടുപോകാൻ സാധ്യമല്ല. കേട്ടോളൂ. വമിൻ ആയാതിഹി, അല്ലാഹു ഉണ്ട് എന്നതിന്റെ ആയത്താണ് അൻ ഖലഖലകും അസ്വാജ, നിങ്ങളിൽ നിന്ന് തന്നെ നമ്മളൊരു സൗജുകളെ ഉണ്ടാക്കിയത്, ആൺപെണ്ണിനെ ഉണ്ടാക്കിയത്. ഭാര്യ ഭർത്താവ് എന്നത് അള്ളാഹു ഉണ്ട് എന്നതിന് തെളിവാണത്രേ. ഭാര്യ ഭർത്താക്കന്മാർ പടച്ചോനുണ്ട് എന്നതിന് തെളിവാണ്. വമിൻ ആയാതിഹി, എന്റെ തെളിവിൽപ്പെട്ടതാണ് അൻ ഖലഖലകും അസ്വാജ ലിതസ്കുനു ഇലൈഹാ. വിട്ടേക്ക് കൽബുൽ ഖുർആൻ യാസീനിലേക്ക് വാ. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ, എല്ലാത്തിലും ഞാൻ ഇണകളെ സംവിധാനിച്ചിട്ടുണ്ട്. ആ അല്ലാഹു എത്ര പരിശുദ്ധനാണ്. സുബ്ഹാന. ഒരാളെ പരിശുദ്ധിയെ ഒരാളെ ബൂസ്റ്റ് ചെയ്ത് സംസാരിക്കണമെങ്കിൽ അയാൾ മറ്റുള്ളവർക്ക് കഴിയാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴേ അയാൾ ഉഷാറാണ് കേട്ടോ എന്ന് പറയേണ്ടുള്ളൂ. അങ്ങനല്ലേ? നിങ്ങളിപ്പോ ഒരു കാര്യം ചെയ്യുന്നു, അതെ ഞാനും ചെയ്യുകയാണെങ്കിൽ ആ വാഫി ഉഷാറാന്ന് പറയേണ്ടേ ഇല്ല, നിങ്ങളും ചെയ്യുന്നുണ്ട്. സുബ്ഹാനല്ലദീ, അല്ലാഹു എത്ര പരിശുദ്ധനാണ്. അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലാ. ഉമ്മുഹാനിയുടെ വീട്ടിൽ നിന്നാവട്ടെ മസ്ജിദുൽ ഹറാമിൽ നിന്നാവട്ടെ ബുറാഖ് എന്ന വാഹനവുമായി ജിബ്രീൽ വന്നിട്ട് ഒരു രാപ്രയാണം നടന്നില്ലേ ഇന്നത്തെ ജെറുസലേമിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക്? 40 രാപ്പകലുകൾ നടന്നു പോവാൻ മാത്രം വിദൂരതയുള്ള അത്രയും ഡിസ്റ്റൻസ് ഉള്ള ഒരു നാട്ടിലേക്കാണ് അന്ന് 40ഓളം ദിവസങ്ങൾ നടന്നു പോവേണ്ട, ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യേണ്ട സ്ഥലത്തേക്കാണ് ഒറ്റ രാത്രിയിൽ ബുറാഖ് എന്ന വാഹനത്തിൽ അല്ലാഹു കൊണ്ടുപോയത് ഇസ്രായിലിന് മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബീക്ക് മിറാജും കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. ഇസ്ലാമിക ശരീഅത്തിൽ ഇസ്രാ നിഷേധിച്ചാൽ കാഫിറായി പോകും, മിറാജ് നിഷേധിച്ചാൽ കാഫിറാകൂല.
ഇസ്രാ എന്ന് പറഞ്ഞ പരിപാടി അതൊന്നും ഉണ്ടാവില്ല മുല്ലാരെ എന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ്. എന്തുകൊണ്ട്? ഇസ്രാ സൂറത്തിന്റെ ആദ്യ ആയത്ത് പറഞ്ഞു, ഞാൻ എന്റെ അടിമയെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് മസ്ജിദുൽ ഹറാം എന്ന മക്കയിലെ പള്ളിയിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ഇത് നിഷേധിച്ചാൽ ഒരാൾ കാഫിറാണ്. അന്ന് 27 സുബഹിക്ക് കടന്നു വന്നിട്ട് റജബ് 27 ഇസ്രാ മിഅ്റാജ്. അത് കഴിഞ്ഞ് തിരിച്ച് സുബഹിക്ക് അല്ലാഹുവിന്റെ ഹബീബ് പള്ളിയിൽ വന്നിട്ട് സഹാബത്തിനോട് പറഞ്ഞു, ഞാൻ ഇന്നലെ ഇസ്രാ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ 7 ആകാശത്തിന് അപ്പുറത്ത് ചെന്നിട്ട് ഞാൻ അവിടെ ചെന്ന് അല്ലാഹുവിനോട് മുനാജാത്ത് ചെയ്തിട്ട് 5 വക്ത് നിസ്കാരവുമായിട്ട് കടന്നു വന്നിട്ടുണ്ട് എന്ന് സഹാബത്തിനോട് പറഞ്ഞപ്പോ 13 പരിശുദ്ധ ശരീഅത്തിന്റെ പരിശുദ്ധ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പുള്ള സഹാബത്ത് 13 ഔട്ടായി പോയി. 13 ആൾക്കാർ ഇസ്ലാമിന് പുറത്തുപോയി. മിഅ്റാജ് വിശ്വസിക്കാൻ കഴിയാഞ്ഞിട്ടല്ല, ഇസ്രാ തന്നെ അവർക്ക് വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല. എന്തുകൊണ്ട്? 40 നാൾ രാത്രി ചെയ്യേണ്ട ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന നാട്ടിലേക്ക് ഒറ്റ രാത്രിയിൽ പോയി വന്നു എന്ന് മുഹമ്മദ് പറഞ്ഞപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം തലക്ക് വലിയ സുഖല്ലല്ലോ എന്ന് മനസ്സിലാക്കിയവർ അവിടുന്ന് 13 സഹാബിമാർ മുർത്തദ്ദായി പോയി. എന്തുകൊണ്ട്? അസംഭവ്യം, എക്സ്ട്രാ ഓർഡിനറി കാര്യമായിരുന്നത്. സുബ്ഹാന, അവിടെ പറയേണ്ടത് എത്ര വലിയ പരിശുദ്ധവാനാണ് അല്ലാഹു. അവന്റെ അടിമയെ 40 നാൾ യാത്ര ചെയ്ത് എത്തേണ്ട ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഒരൊറ്റ രാത്രി കൊണ്ട് കൊണ്ടുപോയി വന്നവൻ. അതൊരു വലിയ ഏർപ്പാടാണ്. അപ്പൊ അവിടെ സുബ്ഹാന എന്ന് കൊടുത്തു. എന്നാൽ അതേ സുബ്ഹാനല്ലേ ഖലഖൽ അസ്വാജ, ഇണകളെ സൃഷ്ടിച്ച അല്ലാഹു എത്ര പരിശുദ്ധനാണ്. അപ്പൊ അത് സിമ്പിൾ അല്ല ഏർപ്പാട്. അള്ളാഹുവിനെ പരിശുദ്ധനാക്കാൻ. എന്തുകൊണ്ട്? ഒരാണിനെയും പെണ്ണിനെയും ആ ഒരു ദാമ്പത്യ ബന്ധവും ആ ഒരു നിക്കാഹിലൂടെയുള്ള സംഘം ചേരലുകളും ആ ഒരു കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധനാണ് എന്നതിന് തെളിവാണ്. എന്ന് ഞാൻ പറയുന്നത് കേൾക്ക്. ഒരാണ് ഒരു പെണ്ണ് ദുനിയാവിൽ ഉപ്പ ചോദിക്കാണ്, മോളെ ഉപ്പാക്ക് നമ്പർ കൊടുക്കാൻ, ഉപ്പാക്ക് അഡ്രസ് പറഞ്ഞു കൊടുക്കാൻ, ഇന്ന ചെറുപ്പക്കാരന്റെ ഒപ്പം ഞാൻ പോകും, ആവശ്യമുണ്ടെങ്കിൽ നാട്ടു നടപ്പ് പോലെ ഒന്ന് പോയി അന്വേഷിച്ചേക്ക് എന്ന് പറഞ്ഞ് നമ്പറും അഡ്രസ്സും കൊടുക്കുന്ന കുട്ടികളാണ് ഇന്ന് നമ്മുടെ മക്കള്. പൊന്നുമോളെ, അല്ലാഹുവാണ് എവിടെയോ കിടക്കുന്ന 2 ആണിനെയും പെണ്ണിനെയും ഒന്നാക്കിയത്. അപ്പോഴാണ് അല്ലാഹു പരിശുദ്ധനാകുന്നത്. നീ മാസങ്ങളോളം പ്രണയിച്ച് അവന്റെ ജോലി അന്വേഷിച്ച് അവന്റെ സ്വഭാവം അറിയാൻ വേണ്ടിയിട്ട് മരണം വരെ ഒന്നിച്ചു പോവേണ്ടതല്ലേ? നിങ്ങൾ തോന്നുന്ന പോലെ നിങ്ങൾ പോയി കാണുക, എന്നിട്ട് കെട്ടിച്ചു തരിക എന്ന് പറയുന്നത് ശരിയാണോ എന്ന് വലിയ വായിൽ ചോദിക്കുമ്പോ വാപ്പയും ഉമ്മയും വിചാരിക്കുക അതിലും കാര്യല്ലേ എന്ന്. അതും ശരിയല്ല. ഇപ്പൊ മോള് പറഞ്ഞത് ഇന്ന നാളെ ഒഴിവാക്കാനുള്ള സാധനം ഒന്നല്ലല്ലോ, മരണം വരെ കൊണ്ടുപോകണ്ടല്ലേ. അപ്പൊ ഓല് പറഞ്ഞ കാര്യല്ലേ, ഒന്ന് പ്രണയിച്ചോട്ടെ, സ്വഭാവം എന്താന്നൊക്കെ ഒന്ന് അറിഞ്ഞോട്ടെ. കൊല്ലങ്ങളോളം അവളെയും കുടുംബത്തെയും വീട് വെക്കാനും വേണ്ട ആവശ്യമായ യോജിച്ച ലായക്കായ ജോലി ഉണ്ടോ അവന്? എഞ്ചിനീയർ ആണോ അവന്? 60,000 70,000 ശമ്പളമുണ്ടോ അവന്? എല്ലാം നോക്കി തീർച്ചപ്പെടുത്തിയിട്ട് കെട്ടിയാൽ അവിടെ പിന്നെ സുബ്ഹാന എന്ന് പറഞ്ഞതിന്റെ അർത്ഥമുണ്ട്. ഒന്ന് പറഞ്ഞിരിങ്ങള്. അള്ളാഹുവാണ് ആണിനെയും പെണ്ണിനെയും ഒന്നാക്കുന്നത്. അത് അവൻ പരിശുദ്ധനാണ്, വലിയൊരു സംഗതിയാണ്. അപ്പോഴാണ് പരിശുദ്ധി പറയേണ്ടത്. അള്ളാഹു അവിടെ പരിശുദ്ധി പറഞ്ഞു. ഒരാണിനെയും പെണ്ണിനെയും സൃഷ്ടിക്കുന്ന ഒന്നിപ്പിക്കുന്ന സ്ഥലത്ത് ഇത് പുറത്തു വെച്ച് ഒരു പെണ്ണ് തീരുമാനിക്കാൻ മരണം വരെ എന്നെ പോറ്റാനാവുന്ന സൗന്ദര്യമുള്ള അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് അവൾ തന്നെ എല്ലാ അറേഞ്ച്മെന്റും നടത്തി, അവൾ തന്നെ ഭർത്താവിനെ കണ്ടെത്തി, അവൾ തന്നെ ഭാര്യയെ കണ്ടെത്തി കല്യാണം കഴിക്കുന്ന അഫയർ കേസുകളിലെ കല്യാണം മുന്നോട്ട് പോവില്ല. എന്തുകൊണ്ട്? അവിടെ അല്ലാഹുവിന്റെ പരിശുദ്ധിയില്ല, പടച്ചോന്റെ മദദും ഉണ്ടാവില്ല. ബോധ്യായോ നിങ്ങൾക്ക്? ഉറക്കെ പറഞ്ഞേക്ക്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നാകിഹു യുരീദുൽ ഇഫാഫ്. അറേഞ്ച് മാരേജ് അല്ലാത്ത കല്യാണങ്ങളിൽ അല്ലാഹു ഇടപെടില്ല എന്ന് അവന്റെ സുബ്ഹാന എന്ന പദത്തിന് നുക്സാന് വരുമെന്ന്. അതുകൊണ്ട് അല്ലാഹു ഇടപെടില്ല. അതുകൊണ്ട് സന്തുഷ്ട കുടുംബം പ്രതീക്ഷിക്കുക വേണ്ട. എന്റെ ഒരു സലാഹുദ്ദീൻ അയ്യൂബി വരാത്തത്
റോഹിംഗ്യൻ മുസ്ലിമീങ്ങളുടെ തലയറുത്തിട്ട് ബർമ്മയിലെ ബുദ്ധവിശുക്കൾ ബുദ്ധ സന്യാസിമാര് തലയറുത്ത് അവന്റെ കയ്യിൽ തന്നെ കൊടുത്ത് കസേരയിലിട്ടിട്ട് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് ലോക മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തിയപ്പോഴും എന്ത് ഒരാൾ ശബ്ദിക്കാനില്ലാതായത്, ഒരു സലാഹുദ്ദീൻ അയ്യൂബി വരാതിരുന്നത്? എന്തേ വരാഞ്ഞത്? സലാഹുദ്ദീൻ അയ്യൂബിയെ പ്രസവിക്കാൻ മാത്രം മനോഹരമായ ദാമ്പത്യബന്ധം ഇന്നില്ലാതെ പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല സന്താനങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബക്കറ്റ് പിരിവുണ്ട്, അവസാന ദിവസം കൂടെയാണ്. നല്ലൊരു സംഖ്യ സംഭാവന ചെയ്ത് എന്താണ് ഇതിന്റെ ലക്ഷ്യമെന്ന്, എന്തിനാണ് നമ്മളോട് ഒരുമിച്ച് കൂടിയത് എന്ന്, ഇതിനാൽ നാളേക്ക് നമുക്ക് ഉപകരിക്കുന്ന ഒരു നല്ല ഖൈറായ ഒരു സംഘവും നല്ല ഒരു ഇബാദത്തുമായി മാറാൻ വേണ്ടിയിട്ട് ആ ചെയ്യുന്നതോടൊപ്പം നല്ല ഒരു സംഖ്യ നിങ്ങൾ സദഖ ചെയ്യുക. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് അല്ലാഹുവാണ് മദ്രസയുടെ മുകളിൽ ഫസ്റ്റ് ഫ്ലോറിന്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന്റെ ബാലൻസ് വരുന്ന സംഖ്യ ഉപയോഗിക്കുന്നത്. നാളുകളിൽ നമ്മുടെ മക്കൾക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും അടങ്ങിയ ആ ഒരു സംവിധാനത്തെ വിജയിപ്പിക്കേണ്ടത് നാട്ടുകാരെന്ന നിലക്ക് നമ്മുടെ ബാധ്യതയാണ്. കേൾക്ക്. ഇനി അടുത്തത്, സന്തുഷ്ട കുടുംബമാവാൻ ഒരുപാട് വിട്ടുവീഴ്ചകൾ അത്യാവശ്യമാണ്. ഒരുപാട് വിട്ടുവീഴ്ചകൾ അത്യാവശ്യം. മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടാണ്. മണ്ണിന്റെ സ്വഭാവം ഭൂഗുരുത്വാകർഷണ ബലം എന്നതാണ്. കുട്ടിയോട് ചോദിച്ചു നോക്ക്, അവൻ പഠിച്ചിട്ടുണ്ട് ഭൂമിയുടെ ഗുണം ഗുരുത്വാകർഷണ ബലമാണ്. പിടിച്ചു വലിക്കുകയാണ് എല്ലാത്തിനെയും ഭൂമിയിലേക്ക്. അതുപോലെയാണ് മനുഷ്യർ എന്ന് പറയുന്നത്. തന്റെ അവഗണനകൾക്ക് വേണ്ടിയിട്ടാണ് അവൻ ശബ്ദിക്കുക. തന്റെ ഉത്തരവാദിത്തങ്ങൾ വഹിച്ചുവോ എന്നവൻ ചിന്തിക്കുന്നേയില്ല. കാരണം മണ്ണിന്റെ ധർമ്മം ഉള്ളതൊക്കെ വലിച്ചു വെക്കുക എന്നാണ്. ആ മണ്ണുകൊണ്ടുണ്ടാക്കിയ മനുഷ്യന്മാർ എന്റെ അവകാശം കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് സിന്ദാബാദ് വിളിക്കാനും അഭിഷേകം നടത്താനുണ്ടാവും. ഞാൻ എന്റെ ഹക്ക് അവിടെ കൊടുത്തിട്ടില്ലല്ലോ, എന്റെ ഡ്യൂട്ടി ഞാൻ നിർവഹിച്ചില്ലല്ലോ എന്ന് പരാതിപ്പെടുന്ന ഒരാൾ പോലും ഇന്ന് ഭൂമി ലോകത്തില. എല്ലാ ഫ്ലക്സിലുള്ളത്, എല്ലാ പോസ്റ്ററിലുള്ളത് പ്രതിഷേധ പ്രകടനമാണ്. എന്തിന്? എന്തൊക്കെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഭരണകൂടം തന്നില്ല, അല്ലെങ്കിൽ കമ്മിറ്റിയിൽ നിന്ന് കിട്ടിയില്ല, അതിനുവേണ്ടിയാണ്. ഞാൻ എന്റെ ഡ്യൂട്ടി നിർവഹിച്ചിട്ടില്ല, ഞാനൊരു പ്രക്ഷോഭം നടത്തുക ഡ്യൂട്ടി നിർവഹിക്കാൻ വേണ്ടിയിട്ട്. അതില്ല. എന്തുകൊണ്ട്? നമ്മൾ മണ്ണിന്റെ സന്തതികളാണ്. മണ്ണിന് ആ പരിപാടിയില്ല. മണ്ണ് കിട്ടുന്നത് വലിച്ചു വെക്കുന്ന ഭൂഗുരുത്വാകർഷണ ബലമുള്ളതാണ്. ആ സ്വഭാവം നമ്മളും കാണിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അങ്ങനെ ആവല്ലേ, മുഅ്മിനങ്ങനാവല്ലേ. ഉമ്മ ദർദാ റളിയല്ലാഹു തആല അൻഹു ആരാണ് അവരുടെ ഭർത്താവ് എന്നറിയോ? അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു. ഒത്തിരി നേരം എന്റെ ഉമ്മ നിങ്ങളുടെ ചെവികളെ എനിക്ക് തരണേ, ഒരു കഥ പറയാം ഞാൻ നിങ്ങളോട്. അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനുണ്ട് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. ഹിജാബിന്റെ ആയത്തിറങ്ങുന്നതിന്റെ മുമ്പാണ്, അജ്നബിയായ പെണ്ണിനെ കാണാൻ പറ്റൂല എന്ന ആയത്ത് ഇറങ്ങുന്നതിന്റെ മുമ്പ് നടന്നൊരു സംഭവമാണ്. നിങ്ങൾ ഇന്നത്തെ സമസ്യകളുമായിട്ട് ഇത് കൂട്ടിച്ചേർത്ത് വായിക്കരുത്. ആ ആയത്ത് വരുന്നതിന്റെ മുമ്പെയാണ്. സൽമാൻ ഫാരിസി എന്നവർ അബൂ ദർദാ എന്ന കൂട്ടുകാരനെ കാണാൻ വേണ്ടിയിട്ട് ഒരു പകൽ അബൂ ദർദാന്റെ വീട്ടിലേക്ക് കയറി ചെന്നിട്ടുണ്ട്. അബൂ ദർദാന്റെ വീട്ടിലേക്ക് അബൂ ദർദാ വീട്ടിലില്ല. ഉമ്മറത്തെത്തിയപ്പോഴാണ് ഭാര്യയായ ഉമ്മ ദർദാ അവിടെ ഇരിക്കുന്നുണ്ട്. ഫറആ ഉമ്മ ദർദാ മുതബദ്ദില, ഒരു ഭർത്താവുള്ള പോലുള്ള ഒരു ശാരീരികമായ ഒരു ചേഞ്ചും ആ പെണ്ണിലില്ല. തന്റെ സഹോദരനായ കൂട്ടുകാരനായ അബൂ ദർദാന്റെ ഭാര്യയിൽ കീറി മുഷിഞ്ഞ വസ്ത്രമാണുള്ളത്, പിന്നിയ മുടിയാണുള്ളത്, ജടകുത്തിയ മുടിയാണുള്ളത്. കുളിക്കുക പോലും ചെയ്യാത്ത ശാരീരിക പ്രകൃതി കണ്ടപ്പോ സൽമാൻ എന്നവർ ചോദിച്ചിട്ടുണ്ട്, അബൂ ദർദാന്റെ ഭാര്യയായ ഉമ്മ ദർദായിനോട് എന്തേ പറ്റിയത്, എന്തേ നിങ്ങളുടെ അവസ്ഥ എന്താ? മാശഉനുക്കി. ആ പെണ്ണ് പറഞ്ഞത്, വല്ലാഹി അഖൂക അബൂ ദർദാ ലൈസ ലഹു ഹാജത്തുൻ ഫിദ്ദുനിയാ, അങ്ങയുടെ കൂട്ടുകാരനായ അബൂ ദർദായിന് എന്നോടൊരാവശ്യവുമില്ല. ദുനിയാവിൽ തന്നെ അദ്ദേഹത്തിന് അധികപ്പറ്റാൻ ഒരാവശ്യവുമില്ല.
പകല് മുഴുവൻ നോമ്പാണ്. അള്ളാന്റെ ഹബീബിന്റെ കൂടെ സുഫയുടെ അയലുകാരുടെ കൂടെ താമസിക്കലാണ്. രാത്രിയിൽ തഹജ്ജുദ് നിസ്കാരങ്ങളാണ്. എന്നെ ആവശ്യമില്ല. ദുനിയാവിലെ ഒരു കാര്യത്തോടും അദ്ദേഹത്തിന് താല്പര്യവുമില്ല. ഞാനെന്തിനാണ് നല്ല മനോഹരമായ ഡ്രസ്സുകൾ ധരിക്കുന്നത്? ഞാനെന്തിനാണ് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത്? അതാണ് ഞാൻ ഇങ്ങനെ മുഷിഞ്ഞ വസ്ത്രവുമായിട്ടെന്ന് ഉമ്മദ്ദർദ ഒരു വലിയ സംഭവത്തിന്റെ തിരികൊളുത്തി വെച്ചു സൽമാൻ എന്നവരുടെ മുമ്പിൽ. ഇത് മനസ്സിൽ വെച്ചാണ് ആ പകൽ സൽമാൻ എന്നവർ ആ വീട്ടിൽ തങ്ങിയത്. ഉച്ചയാ കടന്നു വന്നു. ആര്? അബൂദർദ റളിയല്ലാഹു തആല അൻഹു. കൂട്ടുകാരനെ കണ്ടപ്പോ സലാം പറഞ്ഞു വാരിപ്പുണർന്ന് തീന്മേശയിൽ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ച് ലഞ്ചിന് വേണ്ടിയിട്ട് ക്ഷണിച്ചിട്ടുണ്ട് അബൂദർദ എന്നവർ. സൽമാൻ എന്നവർ കൈ കഴുകിയിട്ട് തീന്മേശയുടെ ഒരു ചേറിൽ ഇരുന്നു കൊണ്ട് വിളിച്ചു, അബൂദർദാനെ വരണേ, ആതിഥേയനെ എന്റെ കൂടെ ഭക്ഷണം കഴിക്കാനെന്ന്. അബൂദർദ പറഞ്ഞു, ഇന്നീ സ്വായിം, ഞാൻ സുന്നത്ത് നോമ്പുകാരനാണ്, ഞാൻ എങ്ങനെയാ ഭക്ഷണം കഴിക്കുക? നീ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ നിന്റെ അതിഥിയായ കൂട്ടുകാരനായ സൽമാന് നിന്റെ ഭക്ഷണം വേണ്ട. അതിഥിയുടെ നിർബന്ധത്തിന് അവരുടെ സന്തോഷത്തിന് സുന്നത്ത് നോമ്പ് മുറിക്കാമെന്നാണല്ലോ ഷാഫി മദ്ഹബിലുള്ളത്. അങ്ങനെ നോമ്പ് മുറിച്ചു. അങ്ങനെ സുന്നത്ത് നോമ്പ് നഷ്ടപ്പെടുത്തി അബൂദർദ റളിയല്ലാഹു തആല അൻഹു. മനസ്സിൽ വിഷമമുണ്ട്. കാലങ്ങളായി തുടർന്നു പോരുന്ന പകലുള്ള സുന്നത്ത് നോമ്പ് എന്റെ കൂട്ടുകാരൻ സൽമാൻ വിരുന്നു വന്നതുകൊണ്ട് നഷ്ടമായി പോയിട്ടുണ്ട്. അന്ന് രാത്രിയിലും താമസിച്ചത് സൽമാൻ ആ വീട്ടിൽ. രാത്രി ഏറെ വൈകിയാണ് അശാവ് ഭക്ഷണം കഴിച്ച് കിടക്കാൻ പോയത്. കിടന്നത് രണ്ടുപേരും ഒരു റൂമിൽ, ഭാര്യയായ ഉമ്മദ്ദർദ റൂമിൽ. അപ്പോഴൊക്കെ വന്ന സമയത്ത് ഉമ്മദ്ദർദ പറഞ്ഞ പരാതി സൽമാന്റെ മനസ്സിലുണ്ട്. എപ്പോഴാണ് ആ പരാതി ഒന്ന് പൊട്ടിക്കാൻ അവസരം കിട്ടുന്നത്? വിളക്കോരി കിടന്ന് അല്പസമയം കഴിഞ്ഞപ്പോഴുണ്ട് ബെഡിങ്ങനെ ശബ്ദിക്കുന്നത്. സൽമാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോ അബൂദർദ എണീറ്റ് പോവുകയാണ്. കൈ പിടിച്ചിട്ട് പറഞ്ഞു, യാ അബൂദർദ, നം ഉറങ്ങിവിടെ. എവിടേക്കാ എണീറ്റ് പോകുന്നത്? തഹജ്ജുദ് നിസ്കരിക്കാൻ കിടക്കവിടെ സമയമായില്ല. അബൂദർദ രാത്രിയിൽ പലതവണ എണീറ്റ് പോയപ്പോ കൈ പിടിച്ച് താഴെ ബെഡിലേക്ക് വലിച്ചു കിടത്തിയിട്ടുണ്ട് സൽമാൻ എന്നവർ. സുബഹിന്റെ അല്പം മുമ്പ് തട്ടി വിളിച്ചിട്ട് അബൂദർദ എന്നവരെയും കൂട്ടിയിട്ട് തഹജ്ജുദ് വുളുവെടുത്ത് പോയി നിസ്കരിച്ച് തഹജ്ജുദ് സലാം വേട്ടി ഔറാദുകൾ കഴിഞ്ഞ് സൽമാൻ എന്നവർ തിരിഞ്ഞ് അബൂദർദ എന്നവരോട് പറഞ്ഞിട്ടുണ്ട്, അബൂദർദ എന്നവരെ, ഒരുപാട് കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഇന്നലി റബ്ബിക അലൈക ഹഖ്ഖാ വലിനഫ്സിക അലൈക ഹഖ്ഖാ വലിഅഹ്ലിക അലൈക ഹഖ്ഖാ. ഇന്നലി റബ്ബിക അലൈക ഹഖ്ഖാ, നിന്നെ സൃഷ്ടിച്ച അല്ലാഹുവിനോട് നിനക്ക് ഒരുപാട് ബാധ്യതകളുണ്ട് അബൂദർദായെ. നോമ്പ് നോൽക്കുക എന്നത് ബാധ്യത തന്നെയാണ്. ഇബാദത്തുകൾ നിർവഹിക്കുക എന്നത് ബാധ്യത തന്നെയാണ്. എന്നാൽ വലിൻസിക അലൈക ഹഖ്ഖാ, നീ നിന്റെ ശരീരത്തിനോടും ഡ്യൂട്ടി നിർവഹിക്കണം, ബാധ്യതകളെ നിർവഹിച്ചേക്കണം. പകലിൽ എല്ലാ ദിവസവും നോമ്പ് വേണ്ട, ശരീരത്തെ വേദനിപ്പിക്കലാണ്. രാത്രിയിൽ ഉറക്കമളച്ച് തഹജ്ജുദ് ഇത്ര ദീർഘനേരം വേണ്ട, അത് നിന്റെ ശരീരത്തിനോട് നീ ചെയ്യുന്ന അപരാധമാണ് പറഞ്ഞു കൊടുത്തു സൽമാൻ എന്നവർ. മൂന്നാമതായി പറഞ്ഞത് വലിഅഹ്ലിക അലൈക ഹഖ്ഖാ, ഞാൻ ഇവിടെയാ നിലകൊള്ളുന്നത്. വലിഅഹ്ലിക അലൈക ഹഖ്ഖാ, ഭാര്യയോട്, മക്കളോട്, കുടുംബത്തിനോട് ഒരുപാട് ബാധ്യതകളുണ്ട്. ആണ് പെണ്ണ് കേട്ടുപോണ്. ഭാര്യയാണെങ്കിൽ ഭർത്താവിനോട് ബാധ്യതയില്ലേ? ഭർത്താവിന് ഭാര്യയോട് ബാധ്യതയില്ലേ? ഈ ഹക്ക് വേണ്ട വിധം വീട്ടണേ. ഓരോരുത്തരും പരസ്പരം ചെയ്യേണ്ട ബാധ്യതകൾ നിർവഹിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവർക്ക് കിട്ടേണ്ട അവകാശങ്ങളെ പടച്ചു തമ്പുരാൻ അവരിലേക്ക് എത്തിച്ചു കൊടുക്കും. ഈ സാരോപദേശം കേട്ട് സൽമാൻ എന്നവരോളൊന്നിച്ച് അവിടെ നിസ്കാരത്തിന് മസ്ജിദ് നബവിയിലേക്ക് ഹബീബിന്റെ ജമാഅത്തിന് വേണ്ടി നടന്നു പോയപ്പോ ജമാഅത്ത് കഴിഞ്ഞിട്ട് അബൂദർദ എന്നവർ കാത്തിരിക്കുകയാണ് ഹബീബിന് ഒരു പരാതി പറയാൻ വേണ്ടിയിട്ട്. ഒടിഞ്ഞൊരു സ്ഥലത്തെത്തിയപ്പോ ജമാഅത്ത് കഴിഞ്ഞ്
നിൽക്കുന്ന ഹബീബിന്റെ മുമ്പിലേക്ക് അബൂദർദ എന്നവർ ചെന്നിട്ട് പറഞ്ഞു, വലിയ പരാതി പോലെ പറഞ്ഞു, അബൂദർദ നബിയേ, സൽമാൻ ഇന്നലെ രാത്രി ഇന്നലെ പകലിൽ എന്റെ അതിഥിയായി വീട്ടിലെത്തി. രാത്രിയിൽ അവന് വേണ്ടിയിട്ട് ഞാൻ പകലിൽ ലഞ്ചിന്റെ സമയത്ത് ഉച്ചഭക്ഷണത്തിന്റെ സമയത്ത് എന്റെ നോമ്പ് മുറിച്ചു. സൽമാൻ കാരണം കാലങ്ങളായി തുടർന്നു പോന്ന എന്റെ നോമ്പ് മുറിക്കാൻ കാരണക്കാരനായി. രാത്രിയിലോ എന്റെ തഹജ്ജുദിന്റെ എണ്ണം കുറച്ചു കളഞ്ഞു എന്റെ സൽമാൻ. എല്ലാം ഞാൻ ക്ഷമിച്ചു. പക്ഷേ അവന്റെ ഒരു അധിക പ്രസംഗവും എന്നോട്, ഇന്നലി റബ്ബിക അലൈക ഹഖ്ഖാ വലിനഫ്സിക അലൈക ഹഖ്ഖാ വലിഅഹ്ലിക അലൈക ഹഖ്ഖാ, കുടുംബത്തിനോട് ശരീരത്തിനോട് അല്ലാഹുവിനോട് ബാധ്യതയുണ്ട് എന്ന് എല്ലാ ക്രൂരതയും എന്നോട് കാണിച്ചെന്റെ തഹജ്ജുദിന്റെ എണ്ണം കുറച്ചിട്ട് എന്റെ സുന്നത്ത് നോമ്പ് മുറിപ്പിച്ച് അവസാനം എന്നോട് അധിക പ്രസംഗവും നടത്തി. നബിയെ, എന്റെ കൂട്ടുകാരൻ സൽമാൻ എന്ന് പരാതി പറഞ്ഞപ്പോ എന്താ നബി തങ്ങൾ പറഞ്ഞത് എന്നറിയോ? എന്താണ് നബി തങ്ങൾ പറഞ്ഞത് എന്നറിയുമോ? സദഖ സൽമാൻ. സഹാബത്തെ പോയി പിടിച്ചു കൊണ്ടുവരൂ, സൽമാന്റെ കോളർ പിടിച്ചിട്ട് കൊണ്ടുവരാനല്ല. സദഖ സൽമാൻ. സൽമാൻ പറഞ്ഞത് സത്യമാണ്. അബദ്ധമായേ കുടുംബത്തിനോട് ബാധ്യതയില്ലേ? എത്ര ആണാണ്, എത്ര ഭർത്താക്കന്മാരാണ് ബാധ്യതകൾ നിർവഹിച്ചത്? എത്ര എത്തുമ്പോഴേ ഭാര്യമാർ ചെയ്യാതിരിക്കണം, അല്ലെങ്കിൽ ചൂടാവുന്നു. ഇവർ വരുമ്പോഴേക്ക് ബലൂൺ കടയിൽ മുള്ളൻ അറിയ പോലെ ഭാര്യക്ക് പേടിയാണ് ഭർത്താവ് വരുമ്പോ. എന്നാൽ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് ലിതസ്കുനൂ ഇലൈഹാ, സമാധാനമാ വീട്ടിലുണ്ടാവേണ്ടത്. എന്നാൽ ഉച്ചക്ക് രാത്രികളിൽ ഭർത്താവിനൊന്ന് കാണുമ്പോ മനസ്സൊന്ന് ആളിക്കത്തുന്നവരുണ്ട്. എത്ര മക്കളുണ്ട്? ഈ കുടുംബം എങ്ങനെയാ സന്തുഷ്ടമാകുന്നത്? ചിന്തിച്ചൂടെ നമുക്ക്? ഓർത്തുകൂടെ നമുക്ക്? ഒന്ന് മാറിക്കൂടെ നമുക്ക്? ഒന്ന് വിട്ടുവീഴ്ച ചെയ്തുകൂടെ നമുക്ക്? റളിയല്ലാഹു തആല അൻഹു തന്നെ പിന്നീട് തന്റെ ഭാര്യയോട് നടത്തിയ ഒരു എഗ്രിമെന്റ് ഉണ്ട്. അതെന്റെ സദസ്സ് പാലിച്ചാൽ വരെ, ഒരു അളവ് വരെ നമ്മുടെ കുടുംബം സന്തുഷ്ടമാകും. പാലിച്ചു നോക്കട്ടെ, പറയട്ടെ. എത്ര സൈലന്റ് ആ സദസ്സ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ അബൂദർദ എന്നവർ ഒരു ദിവസം ഭാര്യയെ വിളിച്ചിട്ട് ഭാര്യയോട് ഒരു എഗ്രിമെന്റ് ചെയ്തു. ഈ എഗ്രിമെന്റ് ആണ് അത് നമ്മളും കാവിലന്മാരത്തെ പ്രിയപ്പെട്ടവരും നടപ്പാക്കിയാൽ ജീവിതത്തിൽ സന്തുഷ്ടത വരും എന്നത് സത്യമാണ്. അബൂദർദ എന്നവർ ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ, ഇൻ അലിബ്തു സകൻതു അന വഇദാ ഗലിബ്തു സകൻതി അൻതി വഇല്ലാ ലം യസ്ബിർ അഹദുനാ അലൽ ആഖർ വഇദാ ഇൻ ഗലിബ്തു സകൻതു അന. നീ ചൂടായാൽ ഞാൻ മിണ്ടാതിരിക്കാം. എഗ്രിമെന്റിലെ ഫസ്റ്റ് ലൈൻ ഇതാണ്, ഇൻ ഗലിബ്തി, ഇജ്ജ് ചൂടാവാണെങ്കിൽ സകൻതു അന, ഞാൻ മിണ്ടാതിരുന്നോളാം. ഇനി വൈദാ ഗലിബ്തു, ഞാനാണെങ്കിലോ റൈസാവുന്നത് സകൻതി അൻതി, നീയൊന്നും മിണ്ടാതിരിക്കണേന്ന്. ഒരു കൈയടിച്ചാൽ ശബ്ദമില്ല, രണ്ടുപേരും ഒരുമിച്ച് കൈയടിക്കുമ്പോഴാണ്, രണ്ട് കൈകൾ ഒരുമിച്ച് ചലിപ്പിക്കുമ്പോഴാ ശബ്ദമുണ്ടാകുന്നത്. ഒന്ന് ജീവിതത്തിൽ പകർത്തിയാൽ ഒരുപാട് അസ്വസ്ഥതകൾ വീട്ടിൽ നിന്ന് നീങ്ങിക്കിട്ടും. സത്യം എന്റെ ഭാഗത്താണെങ്കിലും ഭാര്യ, നീ നിന്റെ ഭർത്താവിനെ തിരുത്താൻ അവൻ ചൂടാകുന്ന സമയത്ത് പോകല്ല. ഭാര്യ എത്രയോ കഷ്ടപ്പെട്ടാണ് കാര്യങ്ങൾ ചെയ്തത്. ഭർത്താവ് ചൂടാകുന്നുവെങ്കിൽ ആ സമയത്ത് നിന്റെ അടുത്താണ് സത്യമുള്ളതെങ്കിൽ പോലും തിരുത്താൻ പോവല്ല. ഭർത്താവ്, അവള് ചൂടാകുന്ന സമയത്ത് മനുഷ്യനല്ലേ, വികാരങ്ങളില്ലേ? ചൂടാകുന്ന സമയത്ത് സത്യം നിന്റെ ഭാഗത്താണെങ്കിൽ പോലും ആ സമയത്ത് ഇടപെടല്ല, അവരെ ക്രോസ് ചെയ്യല്ല. വൈദാ ഗലിബ്തു സകൻതി അൻതി വൈദാ ഗലിബ്തു സകൻതു അന. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്താ പോരെ? പിന്നെ പറഞ്ഞു കൊടുത്തേക്ക്, നിങ്ങളെ നേരത്തെ പറഞ്ഞപ്പോ എങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിരുന്നത് എന്നാ പ്രശ്നമില്ലല്ലോ. ഒരേ സമയത്ത് രണ്ടുപേരും ശബ്ദം ഉണ്ടായാൽ കേൾക്കുന്നതാണ്. ഇതാണ് അബൂദർദ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതം.
ഇതായിരുന്നു അബൂദർദാ റളിയല്ലാഹു തആല അൻഹു പിന്നീട് തന്റെ ഭാര്യയോട് ചെയ്ത അഗ്രിമെന്റ് ഇതായിരുന്നു. ഇതല്ലേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടത്? നമ്മുടെ വീടുകളിൽ എന്തുകൊണ്ടാ സന്തുഷ്ടത നഷ്ടപ്പെട്ടു പോയത്? എന്തുകൊണ്ടാണ് ഈ ക്ലാഷുകൾ, എന്തുകൊണ്ടാണ് ബന്ധങ്ങൾ ഫ്ലോപ്പായി പോകുന്നത്, പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാകുന്നത്, മക്കളുമായിട്ടുള്ള സംഘടനകളിലേക്ക് നമ്മൾ എത്തുന്നത്? 3 തരത്തിലുള്ള കുടുംബമാണ് നമ്മുടെ നാടുകളിൽ നിന്ന് കണ്ടുവരുന്നത്. 3 തരത്തിലുള്ള കുടുംബങ്ങളാണ്. ഒന്ന്, മൈ വേ ഓഫ് പാരന്റിംഗ് എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് എന്റെ ഭാര്യ, ഞാൻ പറയുന്നത് എന്റെ മക്കൾ കേൾക്കണമെന്ന്. ഞാൻ ഭർത്താവാണ്, ഞാൻ അവിടുത്തെ രക്ഷിതാവാണ്, ഞാൻ പറയുന്നത് കേൾക്കണമെന്നാണ്. നാട്ടിലവൻ ചിലപ്പോൾ എലിയായിരിക്കാം, വീട്ടിൽ പുലിയാവാനാ ആളുകൾ ശ്രമിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെയായിരുന്നില്ല. ഞാനാണ് കുടുംബത്തിനോട് ഏറ്റവും ഖൈർ ചെയ്തത്, ഞാനാണ് കുടുംബത്തിനോട് ഏറ്റവും നല്ല നിലയിൽ വർത്തിച്ചത്. അങ്ങനെയാ നമ്മളാവേണ്ടത്. വീടുകളിൽ നമ്മളൊന്ന് താഴ്ന്നു കൊടുക്കുക. എന്താ നഷ്ടമുള്ളത്? സമാധാനം എന്ന് പറയുന്ന കാശ് കൊടുത്താലോ അധികാരങ്ങളെ കൊണ്ടോ കിട്ടാത്ത കാര്യമല്ലേ നമുക്ക് ലാഭമായി കിട്ടുന്നത്? ഒന്ന് താഴ്ന്നു കൊടുത്തേക്ക്. മൈ വേ ഓഫ് പാരന്റിംഗ് എന്ന് പറയുന്ന, ഞാനാണ് ഇവിടെ നിയമം നടപ്പാക്കേണ്ടത് എന്ന ഹിറ്റ്ലറിസ്റ്റ് സിദ്ധാന്തങ്ങൾ ഒഴിവാക്കിയേക്ക്. ഞാൻ പറഞ്ഞ കേട്ടാ മതി, കാമാന്ന് ചോദിക്കേണ്ടയില്ല. ഇങ്ങനൊരു കുടുംബമാണ് ഇന്ന് നമ്മുടെ നാടുകളിലുള്ളത്. ഈ കുടുംബത്തിൽ സ്നേഹമുണ്ടാവില്ല, സഹകരണങ്ങൾ ഉണ്ടാവില്ല. ഹിറ്റ്ലർ തന്നെ പറയട്ടെ, മെയിൻ കാഫ് എന്ന് പറയുന്ന ഓട്ടോബയോഗ്രഫിയിലൂടെ ലോകത്ത് ഗ്യാസ് ചേംബറിലിട്ട് ലക്ഷക്കണക്കിന് ആളെ കരിച്ചു കളഞ്ഞ, ഫ്രൈ ആക്കി കളഞ്ഞ ഹിറ്റ്ലർ തന്റെ ആത്മക്കുറിപ്പിൽ പിന്നീട് രേഖപ്പെടുത്തിയില്ലേ, ഞാൻ ഗ്യാസ് ചേംബറിലിട്ട് ലക്ഷങ്ങളല്ലേ കൊന്നുകളഞ്ഞിട്ടുള്ളൂ, കോടിക്കണക്കിന് ആളുകൾ ഞാൻ ചെയ്തില്ലല്ലോ, കൊന്നുകളഞ്ഞില്ലല്ലോ. എന്റെ വീടിന്റെ സാഹചര്യങ്ങള്, എന്റെ പപ്പ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു, ഞാനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ ആയി കാണാൻ ആഗ്രഹിച്ച ഉപ്പ, ആ അച്ഛനെന്ന് പേര് പോലും വിളിച്ചിരുന്നില്ല, ഓമന പേര് പോലും വിളിച്ചിരുന്നില്ല, ഹിറ്റ്ലർ എന്ന് പോലും വിളിച്ചിരുന്നില്ല. വായിലേക്ക് വിരൽ അമർത്തി വെച്ചിട്ട് ചൂളം വിളിച്ചു എന്നെ. ഞാൻ എന്നെയാണ് എന്റെ പപ്പ വിളിക്കുന്നത് എന്ന് കരുതി എത്താൻ വൈകിയാലോ എത്തിയില്ലെങ്കിലോ ബൂട്ടിട്ടെന്റെ നാവിക്ക് ചവിട്ടിയിട്ട് പലപ്പോഴും ഞാൻ അവിടെ മൂത്രം ഒഴിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഈ ക്രൂരമായ അന്തരീക്ഷത്തിൽ നിന്ന് വളർന്നു വന്ന ഹിറ്റ്ലർ ലക്ഷങ്ങളല്ലേ ഗ്യാസ് ചേമ്പലിട്ട് ചുട്ടുകൊന്നത്. അത്രയായിരുന്നില്ല, നിങ്ങളായിരുന്നു ആ ഒരു പരിതസ്ഥിതിയിൽ നിന്ന് വളർന്നു വന്നത് എങ്കിൽ ഇത്ര പേരെ ആയിരുന്നില്ല നിങ്ങൾ കൊല്ലുക എന്ന് മെയിൻ കാഫ് എന്ന ഗ്രന്ഥത്തിലൂടെ, ഓട്ടോബയോഗ്രഫി പിന്നീട് ആ ക്രൂരമുഖമുള്ള ഹിറ്റ്ലർ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. അതുകൊണ്ട് സന്തുഷ്ട കുടുംബത്തിൽ മൈ വേ ഓഫ് പാരന്റിംഗ് നടത്തിയിട്ട് വിജയിക്കാൻ പോണില്ല. എന്നാൽ ഇന്നു മുതൽ ഇനി ഭാര്യയും മക്കളും പറയുന്നത് കേൾക്കുക, അതും പറ്റൂല. അതാണ് യുവർ വേ ഓഫ് പാരന്റിംഗ് എന്ന് പറയുന്നത്. എന്റെ ഉപ്പമാര്, പ്രായമുള്ള ഉമ്മമാർ കുറച്ചു നേരത്തെ എന്നോട് സഹകരിച്ചേക്കണം. അഥവാ മക്കളും ഭാര്യയും പറയുന്നത് നടന്നോട്ടെ എന്ന് വിചാരിക്കുക. മക്കൾ പറയുന്നത് എനിക്ക് വിദ്യാഭ്യാസം കുറവാണ്, അവർ പറയുന്നത് കേൾക്കട്ടെ എന്ന് ഉമ്മ വിചാരിക്കാൻ പറ്റൂല. അങ്ങനത്തെ കുടുംബത്തിൽ നിന്ന് മക്കളാണത്രേ ഇന്ന് ഒളിച്ചോട്ടങ്ങളുടെ പിന്നിൽ ഉള്ളത്. നാട്ടിൽ അസ്വസ്ഥതകളും പ്രയാസങ്ങളും, നാടിന് ചീത്തപ്പേരും, മഹലിന് ചീത്തപ്പേരുണ്ടാക്കുന്ന മക്കൾ യുവർ വേ ഓഫ് പാരന്റിംഗ് എന്ന് വളർന്നു വരുന്ന മക്കളാ. നിങ്ങളെ മക്കളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. യജിബു അലൽ മുസ്ലിം, മുസ്ലിമിന് നിർബന്ധമല്ലേ അൻ യതസയ്യ ബിസിയിൽ ഇസ്ലാം, ഇസ്ലാമിക വേഷം ധരിക്കുക എന്നത്, ധരിപ്പിക്കുക എന്നത് ഒരു ബാപ്പയുടെ ഉമ്മയുടെ കർത്തവ്യമല്ലേ? മക്കള് പറയുന്നത് കൊടുക്കുക, അതാണ് യുവർ വേ. അവരാ സെലക്ട് ചെയ്യുന്നത്. ഇടക്കൊക്കെ തോന്നാറുണ്ട് ഈ സിനിമാ നടന്മാർക്കൊക്കെ എതിരായിട്ടൊന്ന് ദ്വാരുന്നാലോ, ഇവരാണല്ലോ നാടിനെ കുട്ടിച്ചോറാക്കുന്നത്. ഇടക്കൊക്കെ തോന്നാറുണ്ട് നമുക്ക് അങ്ങനെ, ഒന്ന് ദ്വാരുന്നോട് ഓൽക്കെതിരെ, ഓലക്കൊന്നും ഇല്ലാതായി പോവാൻ, നാടിനെ വഷളാക്കുകയാണ്. എന്നിട്ട് അത് വാങ്ങിക്കൊടുക്കുന്ന ഉപ്പമാർ, ഞാൻ അവളെ ഉപ്പയാണെന്ന് എങ്ങനെ പറയാൻ സാധിക്കും നമുക്ക്? ഞാൻ അവളെ ഉമ്മയാണെന്ന് എങ്ങനെ പറയാൻ സാധിക്കും നമുക്ക്? അവര് പറയുന്നത് വാങ്ങിച്ചു കൊടുക്കുകയും അവര് പോകുന്ന പോലെ തെളിച്ചു കൊണ്ടുപോവുകയും ചെയ്യാനല്ല നമ്മൾ. മലവെള്ളപ്പാച്ചിൽ ഒഴുകിപ്പോകുന്ന ചണ്ടുകൾക്ക് സമാനമായ പാപ്പമാരും ഉമ്മമാരും ആവുകയല്ല നമ്മുടെ ധർമ്മം. നമ്മൾ ആ മലവെള്ളപ്പാച്ചിലിൽ നിന്ന് പ്രതികരിച്ചു നിൽക്കുന്ന
കൂറ്റൻ പാറകളെ പോലെ ഭദ്രമായി നിലനിൽക്കേണ്ടവരാണ് നമ്മള്. അപ്പോഴേ കുടുംബം സന്തുഷ്ടാവൂ. അതുകൊണ്ട് യുവർ വേ ഓഫ് പാരന്റിംഗ് എന്ന് പറയുന്നതും ശരിയല്ല. പിന്നെ ഏതാ ശരിയുള്ളത്? അവർ വേ എന്ന് പറയുന്നത് അവരെയും പരിഗണിച്ച് നമ്മുടെ ആശയങ്ങളെയും പരിഗണിച്ച് സത്യസന്ധമായ ശരീഅത്ത് പറഞ്ഞ രീതിയിൽ ജീവിതം മുന്നോട്ട് പോവുകയും കുടുംബം നയിക്കുകയും ചെയ്യുക. അതാണ് അവർ വേ ഓഫ് പാരന്റിംഗ് എന്ന് പറയുന്നത്. അക്രിമു ഔലാദ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ അങ്ങനെ ഒഴിവാക്കരുത്. ആദരവോടെ ബഹുമാനത്തോടെ അവരെയൊക്കെ പരിഗണിക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ നിർവഹിക്കുമ്പോൾ അവരുടെ ആശയങ്ങൾ കൂടെ പങ്കുവെക്കാനുള്ള സാഹചര്യങ്ങൾ കൊടുത്ത് എന്നാൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഉമ്മയും ഉപ്പയുമായി അവരെ പങ്കെടുപ്പിച്ചു എന്ന് അവരിലും ഒരു സന്തോഷം നൽകിക്കൊണ്ട് എല്ലാവരും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ വീടുകളിൽ നമ്മൾ സന്തുഷ്ടതയും സമാധാനവും റാഹത്തും പുനർക്കൊണ്ടുവരാൻ സാധ്യമാവുക. അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് ജീവിതം ഒത്തിരി മാറ്റങ്ങൾക്ക് വിധേയമാക്കണമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഞാൻ കാന ബസ്സാമ, പുഞ്ചിരിക്കുന്ന ആളായിരുന്നു അല്ലാഹുവിന്റെ ഹബീബ്. കുടുംബത്തിനോട് പുഞ്ചിരിക്കുക തന്നെ, എല്ലാവരോടും പുഞ്ചിരി തന്നെ. ആരാണോ മുന്നിലുള്ളത് ഓരോരുത്തരോടും പുഞ്ചിരിയോടെ നേരിട്ടു. ലാ തഹ്തിറന്ന മിനൽ മഅറൂഫി ശൈഅൻ വലൗ അൻ തൽഖാ അഖാക് ബിവജ്ഹിൻ തലിഖ്. നാട്ടിലെ ഉപ്പുമഞ്ചയുടെ മുകളിൽ ഇരുന്നിട്ട് ഒരുപാട് തമാശ പറഞ്ഞ് നാട്ടുകാരെ പൊട്ടിച്ചിരിപ്പിച്ചവർ, നാട്ടുകാരെ സമയം നഷ്ടപ്പെടുത്തിയവർ വീട്ടിലെത്തിയാൽ എന്തിനാണ് ഈ മസ്ലിപിടുത്തം? വീട്ടുകാരോട് സംസാരിക്കുന്നതിൽ, അവരോട് കാര്യങ്ങൾ ഉപദേശിക്കുന്നതിൽ, അവരോടെല്ലാ കാര്യങ്ങളും ഒരുമിച്ചിരുന്ന് ചെയ്യുന്നതിൽ എന്തിനാണ് ഈ മസ്ലിപിടുത്തമൊക്കെ? അതൊക്കെ ഒന്ന് അയച്ചു വെച്ചേക്ക്, കൂടെ ചേർന്ന് നിന്നേക്ക്. എന്നാൽ കാര്യങ്ങൾ നഷ്ടപ്പെടാത്ത രീതിയിൽ ഇസ്ലാമിക ശരീഅത്ത് നൽകുന്ന അനുധാവനം ചെയ്ത രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തേക്ക്. വലിയൊരു ഉത്തരവാദിത്തമാണ് പൊന്നുമോനെ, ഉപ്പ നിങ്ങളുടെ തലയിൽ അല്ലാഹു വെച്ച് തന്നിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നീ നിന്റെ ശരീരത്തെ മാത്രം നരകത്തിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്താൽ പോരാ. 11 മണിക്ക് തന്നെ ജുമാക്ക് പള്ളിയിലേക്ക് 1000 മുത്തുള്ള തസ്ബീഹുമാലയായി പോന്നാൽ പോരാ. മജ്‌ലിസുൻ നൂറുകളിലേക്ക് ഉമ്മമാര് മാത്രം പോന്നാൽ പോരാ. നിങ്ങൾ മാത്രം സ്വർഗത്ത് പോയാ പോരാ. വാഹിലേക്ക് കുടുംബത്തിലെ ഓരോ മെമ്പറേയും സ്വർഗത്തിലെത്തിക്കേണ്ട ഉത്തരവാദിത്വം, അതിന് കൊടിപിടിക്കേണ്ട ഉത്തരവാദിത്വം ഉപ്പ നിങ്ങളുടെ മുകളിലാണ്, ഉമ്മ നിങ്ങളുടെ ബാധ്യതയാണ്. നിങ്ങൾ മാത്രം മജ്‌ലിസുൻ നൂറിന് പോന്നിട്ട് മോളും വീട്ടിലാക്കി പോരാ. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഒറ്റ ആയത്തിലാണ്, ഒരു വഖഫ് പോലും ഇല്ലാതെ പറഞ്ഞത്. എന്നെയും നമ്മുടെ കുടുംബത്തെയും സംരക്ഷിക്കേണ്ടത് അവിടുത്തെ രക്ഷിതാവിന്റെ ഉത്തരവാദിത്താണെന്ന്. ആർക്കെങ്കിലും ഈ ഉത്തരവാദിത്വത്തിന്റെ ബേജാറുണ്ടോ? ആർക്കെങ്കിലും ഈ ഉത്തരവാദിത്വത്തിന്റെ ബേജാറുണ്ടോ? ആർക്കാ ഇതുവരെ തോന്നിയത്? ഈ ആയത്ത് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അള്ളാന്റെ ഹബീബിന്റെ സദസ്സിൽ വെച്ച് ഒരു സഹാബി വറക്കാൻ തുടങ്ങിയത്. ആ സഹാബി താഴെ ബോധം കെട്ടു വീണു പോയപ്പോ ഹബീബ് സദസ്സിൽ എണീറ്റ് ആ സഹാബിയുടെ അടുത്ത് ചെന്നിട്ട് ഹബീബ് കണ്ട ശറഫാക്കപ്പെട്ട കയ്യെ ആ സഹാബിയുടെ നെഞ്ചിന്റെ മുകളിലേക്ക് വെച്ചപ്പോ അതും മിടിക്കുന്നുണ്ട്. ഹബീബ് പറഞ്ഞു സഹാബിയോട്, അള്ളാഹുവിന്റെ പ്രേമഗാനം പാടിക്കോ സഹാബി. സഹാബി ആ പ്രേമഗാനം തന്റെ ചുണ്ടുകളെ ചലിപ്പിച്ചുകൊണ്ട് ഉച്ചരിച്ചു കഴിഞ്ഞപ്പോ ആ സഹാബി പിന്നെ 1-2 ഞരക്കങ്ങൾ മാത്രമാണ് ആ സദസ്സിൽ കടന്നിട്ട് മരിച്ചുപോയിട്ടില്ലേ. എന്റെ ഉത്തരവാദിത്വത്തിന്റെ ഗൗരവത്തെ മനസ്സിലാക്കിക്കൊണ്ട് സഹാബി, എന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വവും എന്റെ തലയിലാണല്ലോ എന്ന ആയത്ത് കേട്ടപ്പോ സഹാബി ആ ഉത്തരവാദിത്വത്തിന്റെ ഗൗരവം ഓർത്തിട്ട് ഷഹീദായി പോയി, മരണപ്പെട്ടു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേലാണല്ലോ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം തന്നത്. ഈ ഒരു ബോധം നമുക്കില്ല.
മക്കളെവിടക്കാ പോണത്? അങ്ങോട്ട് തെളിക്കാൻ നമ്മൾ ശ്രമിച്ചു. കുടുംബത്തിന് സന്തോഷമില്ലാതായി പോയ പരാതിയുമായിട്ട് ഉസ്താദുമാരെ മുമ്പിലും വന്നു. ദുആ ചെയ്യണം, സമാധാനം ഉണ്ടാവാൻ, റാഹത്തുണ്ടാവാൻ. അല്പൊക്കെ വിഷമമുണ്ട്, ഓളോളെ വീട്ടിലാണ്, മക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല, 100 റുപ്യ ദുആർക്കാ മജ്‌ലിസിനൂർക്ക്. ചെയ്യേണ്ട പരിപാടി ചെയ്തില്ല, കൊടുക്കേണ്ടത് കൊടുത്തില്ല. മക്കൾക്ക് കൊടുക്കേണ്ട ഗുണം ചെറുപ്പത്തിൽ കൊടുത്തില്ലെങ്കിൽ വൃദ്ധസദനം ഉറപ്പാണെന്ന്. എന്നെ നോക്കണ്ട, വൃദ്ധസദനം ഉറപ്പാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്തേക്കണം, ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചേക്കണം, എന്നാലേ അവകാശങ്ങൾ ലഭിക്കൂ. അവകാശം മാത്രം കിട്ടൂല, ഉത്തരവാദിത്തം ചെയ്യ്. എന്നാൽ നിനക്ക് തന്റെ മക്കളിൽ നിന്ന്, ഭാര്യയിൽ നിന്ന് കിട്ടേണ്ട അവകാശങ്ങൾ ഓട്ടോമാറ്റിക്കായി നിന്നിലേക്ക് വന്നു ചേരുന്ന. മക്കൾ ഉത്തരവാദിത്തം നമുക്കില്ലേ? അവളെ നരകത്തിലേക്ക് പോയാൽ ബാപ്പയെ അവൾ പിടിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ്. ദുനിയാവും നഷ്ടപ്പെടും, നാളെ ആഖിറവും നഷ്ടപ്പെടുമെന്നാണ്. ചെമ്പിന്റെ തറയാണ് അവിടുത്തെ മഹ്ശറയിലെ ഫ്ലോറ്, ചെമ്പിന്റെ തറയാണ്. കല്ലുകളല്ല, കറുകപ്പുല്ലുകളല്ല, ഈ ഭൂമി പോലെയല്ല, ചെമ്പാണ്. ചെമ്പാണ് ചെമ്പാണ് അവിടുത്തെ ഫ്ലോറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ളത്. പാകി ഹോളോ ബ്രിക്സ് അല്ല, അല്ലെങ്കിൽ അതുപോലുള്ള മറ്റേതെങ്കിലും മെറ്റീരിയലുകളല്ല. ഒരു ചാൺ മുകളിൽ കത്തിജ്വലിക്കുന്ന സൂര്യന്റെ താപമേറ്റ് അതിങ്ങനെ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ചെമ്പിന്റെ മുകളിലേക്ക് പതിക്കുന്ന സൂര്യകിരണങ്ങൾ ചൂടാക്കിയിട്ടുണ്ട് ഈ ചെമ്പിന്. അവിടെയാണ് ചെരുപ്പില്ലാതെ എന്ന് പറഞ്ഞ ആ തറയിൽ തന്റെ ചെരുപ്പില്ലാത്ത കാലുകൊണ്ട് ചവിട്ടിയിട്ട് നിൽക്കണം ഹിസാബിന് വേണ്ടി, വൈവക്ക് വേണ്ടി. ആ സമയത്ത് മക്കൾ പറയും അത്രേ, തന്റെ ഉപ്പാനെ നരകത്തിലേക്ക് പോവാനാണ്, നരക ലിസ്റ്റിലാണ് മോനുള്ളതെങ്കിൽ ആ മോന് മോള് ആ അള്ളാഹുവിനോട് പറയുമത്രേ, ഈ ചൂടേൽക്കാൻ എനിക്ക് സാധ്യമല്ല, ഞാൻ നരകത്തിന്റെ ആളായത് ദുനിയാവിൽ വെച്ച് അള്ളാഹുവേ എന്റെ ഉപ്പയും ഉമ്മയും എന്നെ നേർവഴിക്ക് ക്ഷണിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഈ ചൂടകറ്റാൻ വേണ്ടിയിട്ട് സ്വർഗ ലിസ്റ്റിൽ കുടുങ്ങിയ വാപ്പയും ഉമ്മയെ കൊണ്ടുവന്നത് എന്റെ മുന്നിൽ കിടത്തി തന്നാൽ അവര് നെഞ്ചിന്റെ മുകളിൽ കാരി നിന്നിട്ടെങ്കിലും ഹിസാബിന്റെ സമയം വരെ എന്റെ കാലിന്റെ ചൂട് ശമിപ്പിക്കാമായിരുന്നല്ലോ എന്ന് സങ്കല്പിക്കാനാവുന്നുണ്ടോ? മക്കള് പറയുന്നു. സങ്കല്പിക്കാനാവുന്നില്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, സങ്കല്പിച്ചേ മതിയാകൂ, മാത്രല്ല ഉറപ്പിച്ചേ മതിയാകൂ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, ഒന്നെണീറ്റിരുന്നോളൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറപ്പിച്ചേ മതിയാകൂ, സങ്കല്പിക്കല്ല, ഉറപ്പിച്ചേ മതിയാകൂ. അങ്ങനെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയതാണ്. മക്കൾ അവിടുന്ന് എങ്ങനെങ്കിലും രക്ഷപ്പെടാൻ നോക്കും. സ്വന്തം ബാപ്പാനെ ശരീരം കൊണ്ടുവന്ന് കയറി നിന്ന് തന്റെ കാൽപാദത്തിന് ഏൽക്കുന്ന ചൂട് കുറക്കാൻ വേണ്ടി മക്കൾ അവിടുന്ന് പരാതിപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മളെ മക്കളെ നന്നാക്കി തരുമാറാവട്ടെ. ദുനിയാവും സന്തോഷമില്ലാതാവും, നാളെയും സന്തോഷമില്ലാതാവും. SPC എന്ന് പറയുന്ന ഒരു സംവിധാനമൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് പരിചയപ്പെട്ട ഒന്നാണ് പോലീസ് കേഡറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം, അല്ലേ? സ്കൂളുകളിൽ ഹൈസ്കൂളിലെത്തിയ കുട്ടികളെ പോലീസ് കേഡറ്റിൽ ചേർക്കുന്നവർ എത്ര വലിയ അപരാധമാ ചെയ്തു പോകുന്നത്. ഇവിടൊക്കെ ഉണ്ടാവും പോലീസുകാരെ ഡ്രസ്സും ധരിച്ചിട്ട് പൂക്കളന്ന് നനച്ചിങ്ങ നടക്കുന്ന മക്കൾ, 8ലും 9ലുള്ള പെൺകുട്ടികളടക്കം. രക്ഷിതാക്കൾ ഓരോ മാസവും പോയിട്ട് അവിടുത്തെ യോഗങ്ങളിൽ പങ്കെടുത്ത് ഒപ്പിട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഉമ്മ ഉപ്പ നാളെ ആ മോളെ എനിക്ക് തിരിച്ചുവിട്ടോ. മക്കൾക്ക് കൊടുക്കേണ്ടത് മൂന്ന് കാര്യമാണ്. ഒന്നാൽ ഹയാ. ഹയാ എന്താണെന്നാ മക്കളെ പഠിപ്പിക്കേണ്ടത്. ഭക്ഷണം കൊടുക്കേണ്ടത് അള്ളാഹു ഏറ്റെടുത്ത കാര്യമാണ്. അള്ളാഹു ഏറ്റെടുത്തതാ ഭക്ഷണം എന്ന് പറയുന്നത്. കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത്, രക്ഷിതാക്കൾ കൊടുക്കേണ്ടത്, നല്ലൊരു കുടുംബം ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ കൊടുക്കേണ്ടത് ഹയാ പരിചയപ്പെടുത്തുക മക്കൾക്ക്. ഹയാ ഒന്ന് പരിചയപ്പെടുത്തിയേക്ക്. ഇന്ന് ഹയാ പരിചയപ്പെടുത്തുന്ന ഒരു മാധ്യമവും ഇല്ല. ഹയാ നഷ്ടപ്പെടുത്താനാണ് ഭൗതിക കലാലയങ്ങളിലെ ജാർസി ആയാലും ഭൗതിക കലാലയങ്ങളിലെ പോലീസ് കേഡറ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആയാലും
മുസ്ലിം പെൺകുട്ടികൾ പോലീസുകാരുടെ വേഷം, മോഡലിലെ വേഷം ധരിച്ച് തലയിൽ നമ്മുടെ ദഫ്ൻ കളിക്കുന്ന കുട്ടികൾ ധരിക്കുന്ന പോലുള്ള ഒരു തൊപ്പിയും ഇട്ടിട്ട് നമ്മുടെ അങ്ങാടികളിലൂടെ ആഴ്ചയിൽ 2 ദിവസം സ്കൂളിലേക്ക് പോയി അവർ കാര്യങ്ങൾ നിർവഹിച്ച ഈ പെൺകുട്ടി +2 10ാം ക്ലാസ് കഴിഞ്ഞാൽ അവർ ഡ്രസ്സിന്റെ അവസ്ഥ എന്തായിരിക്കും? അവർ ശീലിച്ചത് ഇതാണ്, ഇറുകിയ വസ്ത്രം, തലമുടി പക്ക പുറത്ത് കാണിച്ചുകൊണ്ട് നടക്കുക. ആരാണ് മാസവും പോയിട്ട് അവിടുത്തെ യോഗങ്ങളിൽ പങ്കെടുത്തത്? ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ദേഷ്യപ്പെടരുത്, ആശയം മനസ്സിലാക്കുക, ഇതിൽ നിന്ന് തിരുത്തി വായിക്കുക. ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടു, അവരോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ ലാഭം? എന്താണ് ലാഭം? ബാപ്പയും ഉമ്മയും അറിയാതെ ചേർത്തതായിരിക്കാം. എന്റെ കുട്ടികളെ നിങ്ങളുടെ ലാഭം? കഴിഞ്ഞ ക്രിസ്മസ് വെക്കേഷനില് 10 ദിവസത്തിൽ 5 ദിവസവും അവർക്ക് കോച്ചിങ് ആണ്. 5 ദിവസം പോയി എന്നല്ലാതെ എല്ലാ ദിവസവും 4:30 വരെ അവരുടെ അവിടെയുള്ള ഒരുപാട് ചെടികളെ നനക്കുന്ന ജോലി കൊടുത്തു. അതല്ലേ നിങ്ങളുടെ ലാഭം ഉണ്ടായത്? അതിന് കൂലി കിട്ടൂല ഉസ്താദേ. നെയ്യത്തെന്നാവാത്തതിന് പിന്നെന്ത് കൂലിയാ? നീയത്തില്ലാതെ എന്ത് കൂലിയാണ് അവിടെ? അതൊക്കെ അവര് ചെയ്യുന്നത്, ചെയ്തോട്ടെ. പക്ഷേ പെൺകുട്ടികളെ ഇങ്ങനെ കയറി വിട്ടാൽ നാളത്തെ അവസ്ഥ എന്തായിരിക്കും? നാളെ അവർക്ക് ഡ്രസ് എന്തായിരിക്കും? അവിടെ ഡ്രസ് കോഡിന്റെ അവസ്ഥ എന്തായിരിക്കും? ഒരുപാട് കുട്ടികളോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞത് 3 കൊല്ലം ഈ സംവിധാനത്തിൽ തുടർന്നു പോയാൽ SSLCക്ക് ഞങ്ങൾക്ക് ഗ്രേസ് മാർക്കായിട്ട് 30 മാർക്ക് ലഭിക്കുമെന്ന്. 30 മാർക്ക് കിട്ടും, അതിനാണ് 3 കൊല്ലം കഷ്ടപ്പെട്ടത്. ഞാൻ വളരെ വിനയത്തോടെ കുട്ടിയോട് പറഞ്ഞു, ആ ക്രിസ്മസ് വെക്കേഷനില് 5 ദിവസം ഒന്ന് കുത്തിരുന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് 70 മാർക്ക് ഞാൻ വാങ്ങിത്തരാം. 3 കൊല്ലൊന്നും ആവശ്യമല്ല അല്ലേ? ഇതല്ലേ നമ്മളെ കുട്ടികളെല്ലാം നഷ്ടപ്പെടുത്തിയത്? ഉള്ള ഈമാൻ, ഉള്ള ഹയാവും നഷ്ടപ്പെടുത്താനാണ് ഭൗതിക കലാലയങ്ങളിൽ വരുന്ന അവരൊരുപാട് ഗൂഢാലോചനകൾക്ക് ശേഷം കടത്തിക്കൊണ്ടുവരുന്ന പുതിയ പുതിയ സംവിധാനങ്ങളൊക്കെ. ഒന്ന് ആലോചിച്ചു നോക്ക്. ഇവിടെ ഏതെങ്കിലും ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ മാഫിയോട് ക്ഷമിച്ചേക്ക്. ഒരു അധ്യാപകന്റെ ധർമ്മം എന്ന് പറയുന്നത് മക്കളെ നന്മയിലേക്ക് നയിക്കുക എന്നതാണ്. എന്നാൽ മുസ്ലിം പെൺകുട്ടികളെ ഈ കാര്യങ്ങളിലേക്ക് പിടിച്ചു വലിച്ച് മെമ്പർഷിപ്പ് എടുത്തിട്ട് അവര് എന്തൊക്കെയോ പറഞ്ഞ് ക്യാൻവാസ് ചെയ്ത് ഇതിലേക്ക് മിസ്ലീഡ് ചെയ്യാനല്ല പൊന്നുമോനെ നീ ശ്രമിക്കേണ്ടത്. എന്റെ അടുത്ത നാട്ടിലെ സ്കൂളിൽ ഈ കേഡറ്റിന്റെ ഉത്തരവാദിത്തമുള്ള ഒരു മുസ്ലിം മാഷാണ്. അവരാണത്രേ എന്റെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളെ ക്യാൻവാസ് ചെയ്താക്കിയത്. ലീഡ് ചെയ്യണം നന്മയിലേക്ക് അധ്യാപകർ കുട്ടികളെ നന്മയിലേക്ക് നയിക്കേണ്ടവരാണ്, മിസ്ലീഡ് ചെയ്യേണ്ടവരല്ല എന്ന് വിനയത്തോടെ പരിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ ഞാൻ അവരെ ഓർമ്മപ്പെടുത്തുക. കേൾക്ക്, ഇതല്ലേ അവസ്ഥ? ഒന്ന് പിന്മാറിക്കൂടെ എന്ന് ചോദിച്ചപ്പോ അവര് പറയുന്നത് പിന്മാറാൻ പറ്റില്ല, അധ്യാപകൻ ചീത്ത പറയുമെന്ന്. ഞാനിപ്പോൾ ചൂടുള്ള നരകത്തിലാണ്, ഇനിയും 2.5 കൊല്ലം അവിടെ തന്നെ നിൽക്കണം. ആർക്ക് വേണ്ടി? അധ്യാപകന് വേണ്ടി. ബോധ്യപ്പെട്ടിട്ട് പോലും തിരിച്ചു നടക്കാൻ ആരോ പേടിക്കുന്ന മക്കളാണ് ഈ SPC എന്ന് പറയുന്ന ഈ സംവിധാനത്തിൽ നിന്ന് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഒരുപാട് വലിയ വലിയ അബദ്ധങ്ങൾ നമ്മൾ കുട്ടികൾക്ക് ടിക്കറ്റ് എഴുതി കൊടുത്തിട്ടുണ്ട്, പെർമിഷൻ കൊടുത്തു പോയിട്ടുണ്ട്. ഈ കുട്ടികളിൽ നിന്ന് നാളെ സമാധാനം ഒരിക്കലും തിരിച്ച് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഉമ്മ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഇനി ഒരായത്ത്, يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه. നാളെ മഹ്ശറിൽ ഭാര്യ ഭർത്താവിനെ കണ്ടാൽ, മക്കളെ കണ്ടാൽ, അവിടുന്ന് സഹോദരങ്ങളെ കണ്ടാൽ, പ്രിയതമയെ കണ്ടാൽ, കൂട്ടുകാരെ കണ്ടാൽ ആരും പരസ്പരം സഹായിക്കുകയില്ല. യൗമ യഫിറുൽ മർഉ, ഓരോരുത്തരും അവിടുന്ന് മൈൻഡ് ചെയ്യാതെ ഓടിപ്പോകുമെന്ന്. അങ്ങനെ ഒരായത്ത് നിങ്ങളൊക്കെ കേട്ടില്ലേ? ഈ ആയത്തിൽ ആരാ ഓടുക എന്ന് പറഞ്ഞത്? ഒരാൾ ഓടണില്ല. ഓടാന്ന പരിപാടി മഹ്ശറയിൽ എന്തിനാ ഓടുന്നത്? അർത്ഥം വെച്ചു പഠിച്ച കാലത്തൊക്കെ വിചാരിച്ചു യൗമ യഫിറുൽ മർഉ, ഒരു വ്യക്തി ഓടും, മിൻ അഖീഹി, സഹോദരനിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, സന്താനങ്ങളിൽ നിന്ന്. ജീവിക്കാൻ പോലും മറന്ന് 10-70 വയസ്സായിട്ടും ചോര നീരാക്കി ഗൾഫിൽ ജോലി ചെയ്ത വാപ്പ മക്കൾക്ക് വേണ്ടി, മകന് വേണ്ടിയിട്ടാ ജീവിച്ചത്. സ്വന്തം ജീവിക്കാൻ മറന്നിട്ട് മക്കൾക്ക് വേണ്ടി ജീവിച്ച ഉമ്മ-ഉപ്പമാര് നാളെ മോനെ കാണുമ്പോ, മോളെ കാണുമ്പോ ഓടുമെന്ന്. പിന്നെന്ത് ഇസ്ലാമാ? എനിക്കിങ്ങനെ തോന്നി, അത് പിന്നെന്ത് ഇസ്ലാമാണ്? ജീവിച്ചത് മുഴുവൻ അവർക്കാണ്. പിന്നെ അവരെ കാണുമ്പോ സ്വീകരിക്കലും വലിയ വലിയ സ്നേഹവും പങ്കുവെക്കേണ്ട സ്ഥലത്ത് മഹ്ശറന്ന് പിന്നെ ഓടുകയാണത്രേ.
പിൽക്കാലത്ത് വീണ്ടും വീണ്ടും വായിച്ചപ്പോഴാണ് തഫ്സീറിൽ കാണാൻ പറ്റിയത്. എല്ലാവരും ഓടുന്നില്ല. ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം. സിറാത്ത് രക്ഷപ്പെട്ട് 3000 കൊല്ലത്തെ സിറാത്ത് കടന്ന് സ്വർഗത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന വാപ്പ തിരിഞ്ഞു നോക്കുകയാണ് സിറാത്തിലേക്ക്. എന്റെ ഭാര്യ വരുന്നുണ്ടോ എന്ന്, എന്റെ മക്കൾ വരുന്നുണ്ടോ എന്ന്. എല്ലാ ഉപ്പമാരും രക്ഷിതാക്കൾ തിരിഞ്ഞു നിന്നിട്ട് ഓരോരുത്തർ വരുമ്പോ കൈകൊണ്ടിങ്ങനെ ആലിംഗനം ചെയ്തിട്ട് വാപ്പ പറയുന്നുണ്ട്. എല്ലാവരും എത്തിച്ചേരുന്ന ശേഷം വഖബല ബഅ്ളുഹും അലാ ബഅ്ളിഹിം യതസാഅലൂൻ ഖാലൂ ഇന്നാ കുന്നാ ഫീ അഹ്ലിനാ മുശ്ഫിഖൂൻ. ഈ സിറാത്ത് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തി ഇങ്ങനെയൊന്ന് സംഗമിക്കാനായിരുന്നില്ല പൊന്നുമോളെ നീ കരഞ്ഞ് ഇശാമാരിന്റെ ഇടയ്ക്ക് TV തുറന്നു തരാൻ വേണ്ടി പറഞ്ഞപ്പോ ദുനിയാവിൽ നിനക്കെന്നോട് ദേഷ്യമായിരുന്നു ഞാൻ തുറന്നു തരാതിരുന്നത്, ഞാൻ കാടുകയറ്റി തരാതിരുന്നത്, നീ പറഞ്ഞ വസ്ത്രങ്ങളൊന്നും ഞാൻ നിനക്ക് വാങ്ങിത്തരാതിരുന്നത്. അന്ന് നിനക്കെന്നോട് ദേഷ്യമായിരുന്നു, കരച്ചിലായിരുന്നു, പണക്കമായിരുന്നു. ഞാൻ അതെല്ലാം അന്ന് ചെയ്തത് ഇങ്ങനെ സിറാത്ത് കഴിഞ്ഞിട്ട് സ്വർഗത്തിലെത്തി സന്തോഷിക്കാനായിരുന്നുവെന്ന് അന്ന് സിറാത്ത് കഴിഞ്ഞെല്ലാവരും അരികത്തെത്തിയിട്ട് അവരെല്ലാവരെയും അടക്കി പിടിച്ച് താലിംഗനം ചെയ്തിട്ട് വാപ്പ പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അതിനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്. ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം. ദ്രോമകൂപങ്ങളിലേക്ക് കയറിപ്പോകുന്ന നരകാഗ്നിയിൽ നിന്ന് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തിയില്ലേ? അതിനു വേണ്ടിയായിരുന്നില്ലേ ഭാര്യ നിന്നെ ഞാൻ കഷ്ടപ്പെടുത്തിയത്? അതിനു വേണ്ടിയായിരുന്നില്ലേ ഷേപ്പ് ചെയ്ത പർദ്ദ വാങ്ങിയപ്പോ വേണ്ട കൊണ്ടുപോയി തുന്നയിച്ചേക്ക് എന്ന് ഞാൻ നിന്നോട് പറഞ്ഞത്? ഉറക്ക ചവടുകളുണ്ടെന്നിട്ട് പോലും ഞാൻ നിന്നെ സുബഹിക്ക് മുമ്പേ വിളിച്ചു നിർത്തി തഹജ്ജുദ് നിസ്കരിക്കാൻ പ്രേരിപ്പിച്ചത്. കേൾക്കണേ, അന്ന് നിനക്കെന്നോട് ദേഷ്യമായിരുന്നു. വാപ്പാക്ക് കിട്ടിയൊരു പുതിയ ആപ്പിള എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടില്ലായിരുന്നു. എന്നാൽ ഈ ഒരു സൗഭാഗ്യത്തിനായിരുന്നടി ഞാനെന്ന് നിന്നെ വിഷമിപ്പിച്ചത് എന്ന് ഭർത്താവ് അവിടെ നിന്ന് കൂട്ടിപ്പിടിച്ചു പറയുമെന്ന് അല്ലാഹു തൗഫീഖ് തരട്ടെ. അതാ നമ്മളൊക്കെ ആവശ്യം. എന്നാൽ അവിടെ മക്കളെ കാണുമ്പോ ഭാര്യയെ കാണുമ്പോ വാപ്പ ഭർത്താവ് എന്തിനാണ് ഓടുന്നത്? മക്കളെ കാണുമ്പോ വാപ്പ ഓടുന്നത് 2 ചോദ്യം മക്കൾ നാളെ മഹ്ശറിലെത്തുമ്പോ നമ്മളോട് ചോദിക്കുമെന്നാണ്. ഒന്ന്, എന്തിനായിരുന്നു നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് എനിക്ക് തന്നത്? മക്കൾ നാളെ നമ്മളോട് ചോദിക്കത്രേ, എന്തിനായിരുന്നു നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് എനിക്ക് ദുനിയാവിൽ വെച്ച് തന്നത്? ടൂറിന് പോവാൻ വേണ്ടിയിട്ട് ഹൈസ്കൂളിലെത്തിയ കുട്ടി ചോദിച്ചപ്പോ കരഞ്ഞ് കാല് പിടിച്ചപ്പോ ഉമ്മായുടെ സപ്പോർട്ട് കൂടെ വാങ്ങി വന്നപ്പോ ഭാര്യയുടെ സപ്പോർട്ട് കൂടി ഉണ്ടായപ്പോഴാ കൊടുത്തത്. ഇതേ മോളാണ് നാളെ മഹ്ശറയിൽ വെച്ച് എന്നെ കാണുമ്പോ ചോദിക്കുന്നത്, എന്തിനായിരുന്നു ലിമലം തുവാസൂനി ബിമാലിക്, നിങ്ങൾ എന്തിനാ നിങ്ങളെ സമ്പത്ത് തന്നത്? എന്തൊരവസ്ഥയായിരിക്കും അതല്ലേ? കൊടുത്തുവിടുന്ന് കാല് പിടിച്ചു കൊടുത്തതാണ്. ആ പൈസ തന്നേന് നാളെ അവൾ അതേ പൈസ വെച്ച് എന്നോട് വീണ്ടും ചോദിക്കാൻ, നിങ്ങളന്ന് ആ പൈസ തന്നിട്ടല്ലേ ഞാൻ അങ്ങ് മലമ്പുഴയിലേക്ക്, ഞാൻ അങ്ങ് ഗുണ്ടൽപേട്ടയിലേക്ക് പോയത്, അവിടെ നിന്ന് ഞാൻ എന്റെ കാമുകനുമായിട്ട് സംഗമിച്ചത്, നാട്ടിൽ വന്നപ്പോൾ നിങ്ങൾ വഷളായത്, ഇന്നിവിടെയും വഷളായത് അതിൻ്റെണ്ടല്ലേ? ഈ ഒരൊറ്റ ചോദ്യം കേൾക്കാനുള്ള ത്രാണി വാപ്പക്കില്ലാഞ്ഞിട്ട് നാളെ മഹ്ശറയിൽ വെച്ച് മക്കളെ കാണാൻ വാപ്പാക്ക് ഇഷ്ടമില്ല. യൗമ യഫിറുൽ മർഉ, വാപ്പ ഓടലാണ്, മക്കൾ വരുന്നിടത്ത് നിൽക്കൂല. രണ്ടാമത്തത്, നിമലം അർശത്തനി, നിങ്ങളെന്തേ എനിക്ക് നന്മ സന്മാർഗം കാണിച്ചു തരാതിരുന്നത്? അടുത്ത ചോദ്യം, ആ മോളെ മോന്റെ വലിയ ഡിഗ്രിക്കൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ടല്ലോ നിങ്ങള്. ഉസ്താദുമാർ എത്ര പറഞ്ഞതാണ്, ഒന്ന് വിദ്യാഭ്യാസം, ഒന്ന് ഉദവിക്ക് പഠിപ്പിച്ചേക്ക്, ഒന്ന് വാഫിക്ക് പഠിപ്പിച്ചേക്ക്, ഒന്ന് ഹൈഫുള്ളാന് ചേർത്തേക്ക്. ഒന്നുമില്ല. ആദ്യത്തെ കുട്ടിയെ എഞ്ചിനീയറിംഗിനാ പഠിപ്പിച്ചത്. രണ്ടാമത്തെ കുട്ടി ചോദിക്കൂലെ, ഒരു ശിരാവ് പറയാൻ, ആദ്യത്തെ എന്നോട് ഒരു 8ൽ പഠിച്ചപ്പോ കുട്ടിയുടെ എങ്ങനെയെങ്കിലും 10 കഴിഞ്ഞാൽ നിങ്ങളെ കൂടെ വാഫിക്ക് അഡ്മിഷൻ കിട്ടുമോ, ഒന്ന് റെക്കമെൻഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. 5 കൊല്ലം കഴിഞ്ഞ് ഞാൻ പിന്നെ എന്റെ ഉമ്മയോട് അന്വേഷിച്ചു ആ കുട്ടി അവസാനത്തെ കുട്ടി എന്തായെന്ന്. അപ്പൊ പറഞ്ഞു അവനും ഏതോ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുകയാണത്രേ.
അവന്റെ ഉമ്മയെ പിന്നീട് കണ്ടപ്പോ ബാപ്പയെ കണ്ടപ്പോ ചോദിച്ചു, നിങ്ങൾ അന്ന് എന്നെ ഏൽപ്പിച്ചു, പിന്നെ നിങ്ങൾ വിളിച്ചില്ല, എന്തേ പറ്റിയത്? അപ്പൊ പറഞ്ഞു, മൂത്ത 2 കുട്ടികളെയും ഞാൻ എഞ്ചിനീയറിംഗിന് പഠിപ്പിച്ചു. ചെറിയ കുട്ടി നാളെ മറ്റൊരു ജോലിയൊക്കെ നോക്കിയിട്ട് എന്നെ മൂല്യാരാക്കി എന്നോട് ഉപ്പയും ഉമ്മയും വേർതിരിവ് കാണിച്ചു എന്ന് പറയില്ലേ, അതുകൊണ്ട് ഞാൻ അവനെയും ആ കോളേജിൽ തന്നെ പഠിപ്പിച്ചു. നമ്മളുടെ ഓരോ എന്താ പറയാ ഇമേജ് നോക്കണം. 2 കുട്ടികളെ ഡിഗ്രിക്ക് എഞ്ചിനീയർ ആക്കാൻ വിട്ടു, ഏറ്റവും താഴത്തെ മൊലിയാരാക്കാൻ വിട്ടു കഴിഞ്ഞാൽ അവൻ നാളെ ചോദിക്കൂലെ, അവർക്കൊക്കെ 60,000 70,000 ദുനിയാവിലെ ശമ്പളം കിട്ടുന്നവരാക്കി എന്നെ വാപ്പ മൊലിയാരാക്കി 5,000-ന് മദ്രസയിൽ നിൽക്കുന്നാന്ന് ചോദിക്കൂലേ? അതുകൊണ്ട് ഞാൻ അവനെയും എഞ്ചിനീയർ ആക്കി. കേട്ടുപോന്നു, ഞാനൊന്നും പറഞ്ഞില്ല. നാളെ ലിമലം അർഷത്തനി 2 മക്കള് വഴി വെച്ചു പോയില്ല എഞ്ചിനീയർ ആയിട്ട്. എല്ലാരും വെച്ചു നല്ലേ, എല്ലാരും വെച്ചുന്നല്ല. മൻ ആഥറ അബദ ദുനിയ അലാ ആഖിറതി ജഅലല്ലാഹുൽ ഫഖറ ബൈന ഐനൈക്. കണ്ണിന്റെ മുമ്പിൽ ദുനിയാവിനെ സെലക്ട് ചെയ്താൽ അല്ലാഹു അവർക്ക് ഫഖർ കൊടുക്കും, ദാരിദ്ര്യം കൊടുക്കും. അതല്ല ഇപ്പം നമ്മൾ കാണുന്നത്. ദുനിയാവിനെ ആര് സെലക്ട് ചെയ്തോ അവർക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല എന്നും മറ്റൊരു ഹദീസ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടാ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവുന്നത്? അള്ളാഹുവാണ് ആ കുടുംബത്തെ സംരക്ഷിച്ചു പോരുന്നത്. അപ്പൊ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് ഭാര്യയിലോ മക്കളിലോ ഭർത്താവിലോ നടന്നാൽ ആ കുടുംബത്തിൽ സന്തുഷ്ടത ഉണ്ടാവില്ല, ആ കുടുംബത്തിൽ ഇമ്പമുണ്ടാവില്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല ബോധം തരട്ടെ. അതുകൊണ്ട് അള്ളാഹിന്റെ പേടി കുടുംബത്തിൽ നിലനിർത്തിയാലേ ആ കുടുംബം സമാധാനമാവുള്ളൂ. ഇബ്നു സീരീൻ റഹിമഹുല്ലാഹ് മഹാനവർകൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മക്കൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന രാത്രിയിൽ മക്കളടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, പൊന്നുമക്കളെ, ഭക്ഷണമില്ലാഞ്ഞിട്ടാണ് നിങ്ങൾ കരയുന്നത് എന്ന് എനിക്കറിയാം. അല്ലാഹുവാണ് ഭക്ഷണ കാര്യങ്ങൾ ഏറ്റെടുത്തത്, എന്റെ നാഥനാണ് ഭക്ഷണ കാര്യങ്ങൾ ഏറ്റെടുത്തത്. മലകളിലെ ഹിംസജന്തുക്കളായ സിംഹങ്ങളെയും കടുവകൾക്കും ഭക്ഷണം കൊടുത്തത് അല്ലാഹുവാണ്. ആഴിയിൽ ഉല്ലസിക്കുന്ന നീന്തി തുടിക്കുന്ന തിമിംഗലത്തിന് ഭക്ഷണം കൊടുക്കുന്നതും അല്ലാഹുവിനാണ്. ഈ ജന്തുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അല്ലാഹുവാണ്. കിണറ്റിലെ തവളക്ക് പോലും ഭക്ഷണം കൊടുക്കുന്നത് അല്ലാഹുവാണ്. ലഖദ് കറംനാ ബനി ആദമ. പിന്നെ ആദരിച്ച ആദം സന്തതികൾക്ക് അല്ലാഹു ഭക്ഷണം കൊടുക്കില്ലേ? ഇന്ന് രാത്രി അല്ലാഹുവിന്റെ കലായിൽ എനിക്ക് നമ്മൾക്ക് ഭക്ഷണമുണ്ടെങ്കിൽ അത് കിട്ടുക തന്നെ ചെയ്യും. ക്ഷമിക്കും മക്കളെ എന്ന് പറഞ്ഞ ഇബ്നു സീരീൻ റഹിമഹുല്ലാഹ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴുണ്ട് പാതിരാവിൽ കതകിനാരോ മുട്ടുന്ന പോലെ അങ്ങനെ വീടിന്റെ കതക് തുറന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോഴുണ്ട് അയൽവാസി ഭക്ഷണവുമായി വന്നിട്ട്. അല്ലാഹു നമ്മൾ ഏറ്റെടുക്കില്ലേ? ദുനിയാവാണോ വലുത്? ആഖിറമല്ലേ വലുത്? അവിടെയല്ലേ സന്തോഷമുണ്ടാവേണ്ടത്? അവിടെ സൂക്ഷിച്ചാൽ, അവിടെ സമാധാനപരമായ ആ ഒരു സ്വർഗത്തിലെത്താൻ വേണ്ടി ആഗ്രഹിച്ച് അതിന് വേണ്ട അമാലുകളെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ ദുനിയാവും അല്ലാഹു ശാന്തമാക്കി കൊടുക്കും, വീടും അല്ലാഹു സ്നേഹത്തിലാക്കി കൊടുക്കും, എല്ലാവരും അല്ലാഹു ഉൽഫത്തിലാക്കി കൊടുക്കും. അല്ലാഹനെ മറന്നാലോ അവിടെ ടെൻഷനുകളോട് ടെൻഷനുകളാണ്, സാമ്പത്തിക തകർച്ചകളാണ്, കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകളാണ്, എല്ലാം സംഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് തിരിച്ചു നടക്കുകയാവേണ്ടത്. ഇദാ അൻഫഖൽ മുസ്ലിമു നഫഖ അലാ അഹ്ലിഹി വഹുവ യഹ്തസിബുഹാ കാനത് ലഹു സദഖ. തന്റെ കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കുന്ന ചെറിയ ഒരു സംഖ്യ പോലും നാളെ അല്ലാഹു സദഖയുടെ കൂട്ടത്തിൽ എഴുതി ചേർക്കുമെന്ന് ലോകത്തിന്റെ രാജകുമാരനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നക മഹ്മാ അൻഫഖത അലാ അഹ്ലിക മിൻ നഫഖ. കുടുംബത്തിന്റെ ചിലവയിലേക്ക് നീ വാങ്ങിക്കൊണ്ടുപോയ 500 പച്ചമുളക്, 1 കിലോ തക്കാളി, അതുപോലുള്ള മറ്റ് ഇൻഗ്രീഡിയൻസുകള്, അരികള്, ഇറച്ചികളൊക്കെ വാങ്ങിക്കൊണ്ടുപോയത് എല്ലാം അല്ലാഹു നിനക്ക് സദഖയുടെ കൂലി തരുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നമ്മളെ പഠിപ്പിച്ചില്ലേ? ഫഇന്നക തുജറു ഹത്തൽ ലുഖ്മത തലൗഹാ ഇലാ ഫീ ഇംറഅതിക. നിന്റെ ഭാര്യയുടെ വായിലെ
വായിലേക്ക് നീ വെച്ചു കൊടുക്കുന്ന ഒരു ഉരുളച്ചോറിന് പോലും, നീ ചിയേഴ്സ് ചെയ്ത് കുടിക്കുന്ന ഒരു കപ്പ് പാലിന് പോലും, ഒരു ജ്യൂസിന് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനത്തിന്റെ വാതായനങ്ങളെ തുറന്നു തരുന്ന സദഖകളായി സ്വീകരിക്കുമെന്ന് ലോകത്തിന്റെ രാജകുമാരനെ, മദീനയുടെ നിലാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 40 കൊല്ലമായി വിവാഹം കഴിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, തന്റെ ഭാര്യയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുന്ന ഒരു ചെറിയ പീസ് മധുര പലഹാരങ്ങൾക്ക് പോലും അല്ലാഹു സദഖ തരുമെന്ന്. അത് സ്നേഹം കൂട്ടാൻ കാരണമാണെന്ന്, അത് സന്തുഷ്ട കുടുംബത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണെന്ന് എത്ര പേര് ചെയ്തിട്ടുണ്ട് നമ്മുടെ കുടുംബത്തില്, നമ്മുടെ രക്ഷിതാക്കളില്, നമ്മുടെ ഉമ്മമാരില് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും? ഇല്ലല്ലോ. അതുകൊണ്ട് ഇന്ന് വയലിൽ കേട്ട് പോയിട്ട് ഒരു ഡവറ ചോറ് വിളമ്പി കഴുത്തി കൊടുക്കണ്ട, സാഹചര്യം നോക്കിയിട്ടൊക്കെ ചെയ്തോളൂ. അമ്മായിയും അടുത്തുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഒഴിവാക്കിയേക്ക്. പിന്നെ അതിന്റെ പേരിൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് കുരുത്തക്കേട് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആക്കുൽ വാലിദൈനിൽ നിന്നും പെട്ടുപോകണ്ട. പക്ഷേ അവസരം കിട്ടിയാൽ ഇതൊക്കെ ഒന്ന് സ്നേഹം പങ്കുവെക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്റെ സഹോദരങ്ങൾ, ഈ ഒരു വിഷയത്തോട് പൊരുത്തപ്പെട്ട് ഞാൻ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞു പോവാണ്. അതുപോലെ തന്നെ ഭാര്യ വല്ല കാര്യങ്ങളും നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ തന്നെ സമാധാനപരമായ ജീവിതത്തിനാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. നിങ്ങളുടെ ഭാര്യ വല്ലതും നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് വാങ്ങിക്കൊടുക്കാനുള്ള പൈസ ഇല്ല, സാഹചര്യങ്ങളില്ലെങ്കിൽ പോലും അവരെ ബ്ലോക്ക് ചെയ്യരുത്, അവരെ കുറ്റപ്പെടുത്തരുത്, അവരോട് ദേഷ്യപ്പെടരുത്. എന്താ ചെയ്യേണ്ടത് എന്നറിയോ? സമാധാനപരമായ വാക്യങ്ങൾ അവരോട് തിരിച്ചു പറഞ്ഞേക്ക്. 2 പവൻ സ്വർണ്ണാഭരണം വാങ്ങിത്തരണം, എന്റെ അനിയത്തിയുടെ കല്യാണമാണ്, കൂട്ടുകാരിയുടെ മകളുടെ കല്യാണമാണെന്നൊക്കെ പറയുമ്പോ 3000 രൂപയുടെ പട്ടുസാരിയാണ് വാങ്ങിത്തരാമെന്ന് പറയുമ്പോ, തരണമെന്ന് പറയുമ്പോ നിന്റെ കയ്യിൽ കാശില്ലെങ്കിലും പറയേണ്ടത് വാങ്ങിത്തരാം, നമ്മുടെ സാഹചര്യം, എന്റെ സാലറി ഒക്കെ അറിയില്ലേ, അവസരം കിട്ടുമ്പോ, കുറിയടിക്കുമ്പോ, സമ്പാദ്യം സാലറി ലഭിക്കുമ്പോ ഞാൻ നിനക്ക് വാങ്ങിത്തരാമെന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വഖുല്ലഹും ഖൗലൻ മൈസൂറാ, ഭർത്താവെന്നെ പരിഗണിച്ചു എന്ന അർത്ഥത്തിലെങ്കിലും അവരുടെ മനസ്സിന് സമാധാനം കൊടുത്തിട്ട് അവരോട് സംസാരിക്കാവൂ എന്ന് പരിശുദ്ധ ഖുർആന്റെ സൂറത്ത് ഇസ്രായിൽ 28-ാമത്തെ ആയത്ത്. എത്ര മനോഹരമാണിത്! വഖുല്ലഹും ഖൗലൻ മൈസൂറാ. സംസാരം എന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ വീടുകൾ സ്വർഗങ്ങളാക്കാം. നമുക്ക് സംസാരം എന്ന് ശ്രദ്ധിച്ചാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമിച്ചത് കലിമതൻ തയ്യിബ, നല്ല വാക്കുകള്, വിശാലമായ തണലുള്ള ബ്രാഞ്ചുകളുള്ള ഒരു വലിയ വൃക്ഷത്തിനോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല സംസാരങ്ങളെ ഉപമിച്ചത്. നബി ഇങ്ങനെ നടന്നു പോകുമ്പോ നബിയുടെ കഴുത്തിൽ ചുമലുള്ളൊരു കരിമ്പടമുണ്ട്, ഒരു പുതപ്പുണ്ട്. ഒരു അറാബിയായ ആള് ഹബീബിന്റെ പുതപ്പ് പിടിച്ചു വലിച്ചപ്പോ ഹബീബിന്റെ കഴുത്തിന്റെ ഭാഗങ്ങളിൽ പുതപ്പിന്റെ കരയുടെ പരുപരുത്ത കരയുടെ അടയാളം പതിഞ്ഞപ്പോ അള്ളാന്റെ ഹബീബിനെ പിടിച്ചൊറ്റ വലിയാണ് ആ പുതപ്പ് പിടിച്ചിട്ട്, ആ ഷാള് പിടിച്ചിട്ട് അറാബി. നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ? ഹബീബ് ചെയ്തതെന്തെന്നറിയോ? ആ സഹാബിക്ക് നേരെ ചിരിച്ചുകൊണ്ട് നോക്കിയെന്നാണ്. നോക്കും, നമ്മൾ ദേഷ്യത്തോടെ നോക്കുമ്പോഴാ നമ്മുടെ കൂട്ടുകാരൻ പിന്നെ ചിരിക്കും. അങ്ങനല്ലേ? ഹബീബ് അങ്ങനല്ല, ചിരിച്ചോണ്ട് നോക്കി. എന്നിട്ട് എന്താ നിന്റെ ആവശ്യം? ബൈത്തുൽ മാൽ അല്ലാഹുവിന്റെതല്ലേ, നിന്റെ സ്വത്തല്ലല്ലോ മുഹമ്മദ്, എനിക്ക് ആവശ്യമായി തരണേ എന്ന് അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് വന്ന അറാബിയാണ്. ഹബീബ് പറഞ്ഞു, വരും എന്റെ വീട്ടിൽ പോകാം നമ്മൾക്ക്, എന്നിട്ട് ആവശ്യമായത് എടുത്തോളൂ. ഹബീബിന്റെ വീട്ടിൽ എന്താ ബാക്കിയുള്ളത് നിങ്ങൾക്കറിയില്ലേ? അല്പം കാരക്ക ഉണ്ടാകും, കുറച്ച് സംസം ഉണ്ടാകും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയ പലഹാരങ്ങൾ ഉണ്ടാകും. ഹബീബിന്റെ വീട്ട് അങ്ങനെയല്ലേ? ഹബീബിന്റെ വീട്ടിലെത്തി ആവശ്യമായത് തപ്പിയിട്ട് ആ അറാബിയായ മനുഷ്യനെടുത്തിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് എന്തോരുന്ന മനോഹരമായിട്ടാണ് ആ സാഹചര്യത്തിൽ ഹബീബ് ഇടപെട്ടത്. അതിൽ അല്ലാഹുവിന്റെ ഹബീബിനോട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട്, പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട്, ദുആക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷിച്ച സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നീ ഇപ്പോൾ എന്നോട് പറഞ്ഞത് നന്നായത്, ദുആ ചെയ്യിപ്പിച്ചത് നാട്ടുകാരോട്
നാടിനോട് കൂടെ ഒന്ന് പറയാമോ? നാട്ടുകാരോട് സഹാബത്തിനോട് കൂടെ പറയാമോ? എന്റെ സഹാബത്ത് വലിച്ചിട്ടുണ്ട് നിങ്ങൾ എന്റെ കഴുത്തിൽ കടന്ന പുതപ്പിന്. ആ സഹാബത്ത് നിങ്ങൾ വലിച്ചപ്പോ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങൾ അവരെ മുമ്പിലേക്ക് വിട്ടുതന്നാൽ നിങ്ങൾ അവരെ അടിക്കുമായിരുന്നു, മാത്രമല്ല നിങ്ങൾ അവർ കൊല്ലുക വരെ ചെയ്യുമായിരുന്നു. അങ്ങനെയായിരുന്നു ആ സാഹചര്യമെങ്കിൽ നിങ്ങളല്ലാന്റെ ഹബീബിനെ വിഷമിപ്പിച്ച കാരണത്താൽ നിങ്ങളും നരകത്തിലാകുമായിരുന്നു, അവരും ഒരാളെ കൊന്നു എന്നതിന്റെ പേരിൽ നരകത്തിലാകുമായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ മനോഹരമായിട്ട് ചിരിച്ചുകൊണ്ട് കാര്യങ്ങൾ ഇടപെട്ടപ്പോ നിങ്ങൾക്കും അവർക്കും അപകടങ്ങൾ വന്നില്ല. പക്ഷെ അവർക്ക് ഇപ്പോഴും നിങ്ങളോട് ദേഷ്യമുണ്ടാവാം. നിങ്ങളെന്നോട് നന്നായത്, നൽവാക്ക് പറഞ്ഞത്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും രമ്യതയിൽ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പിരിഞ്ഞുപോയത് അവരോടുകൂടെ പറയാമോ? ഇങ്ങനെയാ നമ്മുടെ നാട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. നാട്ടിൽ അടിപിടി നടന്നിരിക്കാൻ ചിലപ്പോ ഏതെങ്കിലും വികാരത്തിനടിമപ്പെട്ട് ദൗർബല്യ നിമിഷങ്ങളിൽ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, നാട്ടുകാർ കണ്ടു നിന്നിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ എല്ലാ കാലവും പറയുന്നുണ്ടാകും, അന്ന് തുടങ്ങിയ പിണക്കാണത്, അന്ന് തുടങ്ങിയ തർക്കമാണത് എന്ന്. പിന്നീട് നിങ്ങൾ നന്നായാൽ പോലും അതാളുകൾ തിരുത്തി വായിക്കുന്നില്ല. എന്തുകൊണ്ട്? നിങ്ങൾ പിന്നീട് അത് പരസ്യപ്പെടുത്താൻ പോയിട്ടില്ല. നന്നായതൊക്കെ നന്നായി, പിന്നെ ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങളുള്ള സാഹചര്യം നാട്ടുകാർക്ക് കാണാൻ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നല്ല വാക്കുകൾ പറയുക, കുടുംബത്തിനോട് നല്ല രീതിയിൽ സംസാരിക്കുക, അവരുടെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ചെലുത്തുക. ഇതല്ലാന്റെ ഹബീബിന്റെ പണി, അല്ലാന്റെ ഹബീബ് എടുത്ത ജോലിയായിരുന്നു. അതുകൊണ്ടാണ് അല്ലാന്റെ ഹബീബ് പറഞ്ഞത്, ഞാനാണ് എന്റെ കുടുംബത്തിനോട് ഏറ്റവും കൂടുതൽ ഖൈർ ചെയ്ത ആള് ഞാനാണ്. രാത്രികാലങ്ങളിൽ സാഹചര്യമുണ്ടെങ്കിൽ, ഫിത്ന ഉണ്ടാകില്ലെങ്കിൽ ഇന്നും ഹബീബിന്റെ ഒരു ഇത്തിബാഅ് പരിശുദ്ധ ഹദീസിൽ കിടക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് തമാശ പറഞ്ഞിരുന്നു, അവിടുത്തെ ഭാര്യമാരോട് തമാശ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇശാക്ക് ശേഷം ഭാര്യമാരെ ഒട്ടകത്തിന്റെ പുറത്തിരുത്തി കടിഞ്ഞാണ് പിടിച്ച് ഹബീബ് താഴെ അങ്ങനെ നയിച്ച് മദീനയിലെ ഒരു റൗണ്ട് ഇങ്ങനെ തമാശയും സംസാരവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഭാര്യമാരെ ഒട്ടകത്തിന്റെ പുറത്തിരുത്തിയിട്ട് ഒരു റൗണ്ട് അടിച്ച് വരുമായിരുന്നു എന്ന് പരിശുദ്ധ ഹദീസിൽ കാണാനുണ്ട്. ചെറുപ്പക്കാർ എന്നാൽ ഫാസ്റ്റ് ഫുഡ് കടിക്കാൻ വേണ്ടിയിട്ട് രാത്രി 10 മണിക്ക് ശേഷം വാഫി ഹദീസ് പറഞ്ഞില്ലേ, ഈ 4 ദിവസത്തെ വാലിന്റെ ലാഭതാണെന്ന് പറഞ്ഞ് നാളെ ഇറങ്ങാൻ പോവണ്ട. ഫിത്ന ഇല്ല എങ്കിൽ നീ നിന്റെ ഭാര്യയെ കൊണ്ടുപോകുന്നത് കൊണ്ട് നാട്ടിലെ ഫാസിഖീങ്ങളായ തമ്മാടികളായ പടച്ചവനെ ഓർമ്മയില്ലാത്ത ആളുകൾ പകലന്തി എന്ന ഒരു വ്യത്യാസമില്ലാതെ കവലകളിലുണ്ട്. അവർ നിന്റെ ഭാര്യയിലേക്ക് കണ്ണുവെച്ചാൽ, നിന്റെ ഭാര്യ കാരണമായിട്ട് കണ്ണുകൊണ്ടവർക്ക് സിന വന്നു പോയാൽ നീ അത് ഏർപ്പാട് ചെയ്യാൻ പോവണ്ട. ഫിത്നയുടെ കാലമാണിത്. ആളുകൾ മോശമായി കൊണ്ടിരിക്കുന്ന അധാർമികതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സുന്നത്തുണ്ടായിരുന്നു ഞാൻ പരിചയപ്പെടുത്തുക മാത്രം. അവസരം മൊത്താൽ ചെയ്തോളൂ, ആ ഇത്തിബായി പിന്തുടർന്നോളൂ. എന്നാൽ ഇന്നത്തെ സാഹചര്യം മലീമസമാണ്, പുറത്തേക്കിറങ്ങിയാൽ പ്രയാസമാണ്. എന്നാൽ ഹബീബ് ഞാനൊരു പ്രവാചകനല്ലേ, മസ്ലു പിടിച്ച് നിൽക്കേണ്ട ആളല്ലേ എന്നായിരുന്നില്ല. അനഖൈറുക്കും, ഞാനാണ് ഏറ്റവും ഖൈറായിട്ട് തന്റെ കുടുംബത്തോട് പെരുമാറിയത് എന്ന് ലോകത്തിന്റെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ നടക്കോ ഉസ്താദേ? എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും? നിങ്ങൾ പറഞ്ഞ പോലെ ഭാര്യയെ കൊണ്ടുപോവാ, ചിരിക്കുക, അവിടുത്തെ റസൂല് ചെയ്ത പോലെ തുടക്ക, ഇതൊന്നും ഹബീബിന് അന്ന് ഉണ്ടായിരുന്നില്ല. എല്ലാം ഹബീബിന് എന്ത് സുഖമായിരുന്നു. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സഹാബിമാരുടെ സേവനം എല്ലാം അവർ എത്തിച്ചു കൊടുക്കുക. ഞങ്ങൾ അങ്ങനല്ലല്ലോ, ഞാൻ പോയില്ലെങ്കിൽ അത് നടക്കൂലല്ലോ, ഇത് നടക്കൂലല്ലോ എന്നാണ്. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ അത്ര പ്രയാസം ആർക്കായുണ്ടായത്? മക്കളൊക്കെ മരണപ്പെട്ടു പോയില്ലേ ഹബീബിന്റെ കാലത്ത് തന്നെ. ഇബ്രാഹിം എന്ന് പറയുന്ന പൊന്നുമോൻ ഫാത്തിമ ബീവി മാത്രമല്ലേ ബാക്കിയായത് മരണസമയത്ത്? ബാക്കിയുള്ളവരെല്ലാവരും മരണപ്പെട്ടു പോയില്ലേ? സ്വന്തം മക്കൾ നമ്മളുടെ മരണശേഷം പ്രാർത്ഥനയ്ക്ക് വേണ്ടി വളർത്തിക്കൊണ്ടുവന്ന മക്കളുടെ ആണ്ട് കഴിക്കേണ്ട സാഹചര്യങ്ങൾ പല രക്ഷിതാക്കൾക്കും ഇന്നുണ്ടായിട്ടില്ലേ? അള്ളാന്റെ ഹബീബ് ഇബ്രാഹിം എന്ന് പറയുന്ന പൊന്നുമോൻ മരിച്ചിട്ടില്ലേ? എന്തോ ഒരു വിഷമമാണ് അല്ല സമയത്ത് ഹബീബിനുണ്ടായത്. ഹബീബ് പറഞ്ഞില്ല, ഇന്ന لموتك يا إبراهيم لمحزونون. പൊന്നുമോനെ ഇബ്രാഹിമേ, നിന്നെ വേർപാടിൽ ഞാൻ ദുഃഖിക്കുന്നു എന്ന്. ഹബീബിന് വിഷമല്ല എന്ന് പറയല്ല.
ഹബീബ് സുഖല്ലായിരുന്നു അങ്ങനെ പറയല്ല. ഹബീബിന്റെ സന്താനങ്ങൾ ഫാത്തിമ ബീവി ഒഴികെ എല്ലാവരും വഫാത്തായി പോയില്ലായിരുന്നു ജീവിത സമയത്ത് തന്നെ. അതുപോലെ തന്നെ സൈനബ ബീവിയുടെ പൊന്നുമോന് ഒരു സന്താനം, ഒരു കുട്ടി ഹബീബിന്റെ മടിയിൽ കിടന്നിട്ടാണ് അവസാനത്തെ ശ്വാസം വലിച്ചത്. ഹബീബ് തന്റെ മകളുടെ കുട്ടിയെ, പേരക്കുട്ടിയെ മടിയിൽ വെച്ച് നിൽക്കുമ്പോഴാണ് അല്ലാഹു ആ ജീവൻ എടുത്തു കൊണ്ടുപോയത്. ഹബീബ് കരയാൻ തുടങ്ങിയപ്പോ ത്വൽഹ റളിയല്ലാഹു തആല അൻഹുവാണെന്ന് തോന്നുന്നു നബിയോട് ചോദിച്ചിട്ടുണ്ട്, നബിയേ അങ്ങ് പറഞ്ഞില്ലേ കരയാൻ പാടില്ലെന്ന്, ഒരാളെ വേർപാടിൽ ദുഃഖിക്കാൻ പാടില്ലെന്ന് പറഞ്ഞില്ലേ അങ്ങ്, എന്താണ് അങ്ങ് തന്നെ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, സഹാബത്തേ തിൽക റഹ്മ ജഅലഹുല്ലാഹു ഫീ ഖുലൂബി ഇബാദി, അതൊരു കാരുണ്യത്തിന്റെ കണ്ണീരാണ്, അതൊരു കാരുണ്യത്തിന്റെ കണ്ണീരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പച്ച ഹൃദയമുള്ള, കുടുംബ ബന്ധത്തോട് സ്നേഹമുള്ള ഒരാളുടെ ഹൃദയത്തിൽ അല്ലാഹു കൊടുക്കുന്ന കണ്ണീരാണ്. അത് വറ്റിപ്പോയാൽ മൃഗസമാനമാവില്ലേ എന്ന് സഹാബിമാരോട് ഹബീബ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഹബീബിനും ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ വന്നത് നബിമാർക്കാണ്. ആ നബിമാര് കുടുംബത്തോട് കാണിച്ചത് എത്ര വലിയ നന്മയായിരുന്നു അവർ ചെയ്തത്. അതുകൊണ്ട് സന്തുഷ്ട കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും മനസ്സാ വാചാ കർമ്മണ നമ്മളാലാകുന്ന ഖൈറായ കാര്യങ്ങൾ ചെയ്യുകയും നാളെയും ഇന്നും ഭൂമിയിലെ ഈ വീടുകളും സ്വർഗമാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ നിങ്ങളോട് വളരെ വിനയത്തോടെ താഴ്മയോടെ ആവശ്യപ്പെട്ടുകൊണ്ട് അന്യരായ തങ്ങളവർകൾ സദസ്സിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബ ബന്ധങ്ങളിൽ ഇൽഫത്ത് നൽകി നമ്മളെയൊക്കെ വിഷമങ്ങളൊക്കെ തീർത്ത് റാഹത്തുള്ള ഒരു കുടുംബ ബന്ധം പുലർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് സന്തുഷ്ട കുടുംബത്തിന് ഏറ്റവും കരണീയം ഇസ്ലാമിലേക്ക് മടങ്ങുക, ഇസ്ലാമിക ശരീഅത്തിലേക്ക് മടങ്ങുക, ഹബീബിന്റെ ചര്യയിലേക്ക് മടങ്ങുക എന്നത് മാത്രമാണ്. ആധുനിക ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, മീഡിയകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധം സ്വപ്നത്തിൽ പോലും നമുക്ക് പുലർത്താൻ സാധ്യമല്ല എന്നൊരു തിരിച്ചറിവ്, സത്യത്തിനോടുള്ള ഒരടങ്ങാത്ത അഭിനിവേശം നിങ്ങളിൽ ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ രക്ഷപ്പെടുത്തി തെരുമാറാവട്ടെ. ഇത് ലോകത്തും ഖൈറിന്റെ അഹ്ലുകാരിൽ അല്ലാഹു നമ്മളെ ചേർത്ത് തെരുമാറാവട്ടെ. ഇതുവരെ പറഞ്ഞത് കേട്ട് അല്ലാഹു നാഫിയായ ഇൽമിൽ ചേർത്ത് തരട്ടെ. ഈ ശബ്ദം നിലനിൽക്കാൻ വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന വസിയത്തോടെ എല്ലാ ഇബാദത്തുകളും ഇഖ്ലാസോടെ നിർവഹിക്കാനുള്ള തൗഫീഖിന് വേണ്ടിയുള്ള പ്രാർത്ഥനാ വസിയത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.